നന്ദി ധനേഷ് ഡോക്ടർ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2155 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ ശ്രീലേഖ ജി, BHMS, ഹോമിയോപ്പതിക് കൺസൾട്ടന്റ്, അസിസ്റ്റന്റ് ഡോക്ടർ രാമകൃഷ്ണൻ സാർ, RV നാഥൻ ചിൽഡ്രൻസ് ക്ലിനിക്, നെല്ലേപ്പള്ളി, പാലക്കാട്. ENT വിഭാഗ ചികിത്സയും ഹോമിയോപ്പതിയും രണ്ടാം ഭാഗമാണ് ഇന്ന് ഡോക്ടർ ക്ലാസ് എടുക്കുന്നത്. ഈ ക്ലാസ് എടുക്കുന്നതിന് ശ്രീലേഖ ഡോക്ടറെ സ്നേഹപൂർവ്വവും സന്തോഷപൂർവ്വവും ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ENT ആൻഡ് ഹോമിയോപ്പതിക് മാനേജ്മെന്റ് പാർട്ട് 2 ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓട്ടൈറ്റിസ് മീഡിയ പറഞ്ഞു, ഇയർ ഡിസ്ചാർജസ്, സ്റ്റഫ് ഇയർ, അങ്ങനത്തെ മെയിൻലി മിഡിൽ ഇയർ ഇൻഫെക്ഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് അതിന്റെ ഇയർ തന്നെയാണ്. അതിന്റെ ബാക്കി ഇയർ പെയിൻസ്, ടിനിറ്റസ്, നോയ്സ് ഇൻ ഇയർ, ഡെഫ്നെസ്, അങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് ഒക്കെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എല്ലാവരെയും എന്റെ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളും. സ്ലൈഡ് കാണുന്നുണ്ടല്ലോ അല്ലെ മാഡം? കാണുന്നുണ്ട്. താങ്ക് യു. ആദ്യം നമുക്ക് ഇയർ പെയിൻസ് എന്ന് തുടങ്ങാം. ഫസ്റ്റ് ഒരു ഫീഡ്ബാക്ക് കേസ് ആണ്. സ്ക്രീമിംഗ് വിത്ത് ഇയർ പെയിൻസ് ബിക്കെയിം ബെറ്റർ ആഫ്റ്റർ 2 doses ഇറ്റ്സെൽഫ്. ചോദിച്ച ഡോക്ടറിന്റെ പേരാണിത്, ഡോക്ടർ വിഭു എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കണത്. അപ്പോ ചിലവരിങ്ങനെ പറയും ഭയങ്കര ചെവിവേദനയായിരിക്കും, ചെവിവേദന കൊണ്ട് അവർക്ക് ഇങ്ങനെ പെടയുന്നുണ്ട്, മീൻസ് ഭയങ്കര ഒരു ഒച്ചപ്പാടും, സ്ക്രീമിംഗ് വിത്ത് ഇയർ പെയിൻസ് ആണ്, ഭയങ്കര ഒരു ഫ്രാങ്ടിക് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രെൻസി, അങ്ങനെയൊക്കെ പറയാം. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ കൊടുക്കുക ഓറമെറ്റ് ആണ് കൊടുക്കുക. പിൽസിലായിട്ടാണ് കൊടുക്കുക, നമ്പർ 30 പിൽസിലും. അതിലൊരു 5 പിൽസ് നല്ല വേദനയൊക്കെ ഉണ്ടെങ്കിൽ അവർലി കഴിക്കാൻ പറയും, അല്ലെങ്കിൽ എവറി 2 അവർലി കഴിക്കാൻ പറയും. ഒന്ന് ബെറ്റർ ആകുമ്പോൾ 4 times ഡെയിലി. അത് 2 ഡോസ് കഴിച്ചപ്പോൾ തന്നെ ആൾക്ക് മാറി എന്നുള്ളൊരു ഫീഡ്ബാക്ക് ആണ് നമ്മളിവിടെ പ്രിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എല്ലാ ഇയർ പെയിൻസിനും ഓറമെറ്റ് അല്ല, ഇനിയും വരുന്നുണ്ട് കുറെ പ്രിസ്ക്രിപ്ഷൻസ്. ഇതിപ്പോ ഏറ്റവും മെയിൻ ആയിട്ട് അത്രയും സിവിയർ ഇയർ പെയിൻ ആണ്, പേഷ്യന്റിന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓറമെറ്റ് കൊടുക്കാം. അപ്പൊ ചെവിന്ന് ഡിസ്ചാർജ് ഒക്കെ വരികയാണെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ മാറും. അപ്പൊ നമ്മൾ മിഡിൽ ഇയർ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പൊ പ്രിസ്ക്രിപ്ഷൻ വേറെയാണ് കൊടുക്കേണ്ടത്. ഇത് അങ്ങനെയൊന്നുമില്ല, പക്ഷെ ഭയങ്കര സിവിയർ ആയിട്ടുള്ള ചെവി വേദന അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഓറമെറ്റ് കൊടുക്കാം. ഇനി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് അതിന്റെ മെഡിസിൻ കൊടുക്കുന്നതിന്റെ കൂടെ ഓറമെറ്റും കൂടെ നമുക്ക് കൊടുക്കാം. ഓറമെറ്റ് നല്ല പെയിൻ ഉണ്ടെങ്കിൽ അവർലി അല്ലെങ്കിൽ 2 അവർലി. ഓറമെറ്റിന്റെ പോയിന്റ് ഇതാണ്: കാരീസ് ഓഫ് ഓസിക്കുല ആൻഡ് ഓഫ് മാസ്റ്റോയിഡ്, എക്സ്റ്റേണൽ മിയാറ്റസ് ബാത്ത്ഡ് ആൻഡ് പസ്, nightly paroxysms of pain, hopeless despondent and great desire to commit suicide due to severe pain. വേദന കാരണം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തോന്നുക, അതാണ് പറയുന്നത്. പിന്നെ നൈറ്റ്ലി paroxysms ഓഫ് പെയിൻ ആയിരിക്കും. ഈ ചെവിവേദന എന്നൊക്കെ പറയുമ്പോൾ കൂടുതലും പേഷ്യൻസിന് ഒരു രാത്രിയായിരിക്കും. രാത്രി ഇപ്പൊ കിടക്കുമ്പോഴായാലും കുട്ടികളൊക്കെ എഴുന്നേറ്റിരുന്ന് കരയും, ചെവി വേദനിച്ചിട്ട് കരയണു പറയും. അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും ചിലപ്പോൾ രാത്രിയായിരിക്കും ചെവിവേദന കൂടുതലായിട്ട് വരിക. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഓറമെറ്റ് കൊടുക്കാം. അപ്പൊ ആ സമയത്ത് രാത്രി വരുമ്പോൾ അവർക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല, എഴുന്നേറ്റിരുന്ന് കരയേയിരിക്കും. അപ്പൊ നമുക്ക് ഓറമെറ്റ് 30 കൊടുക്കാം, അവർലി അല്ലെങ്കിൽ ഹാഫ് ആൻ അവർലി കൊടുക്കാം. അത് കഴിയുമ്പോൾ ശരിയായിക്കോളും. നെക്സ്റ്റ്, സെപ്റ്റിക് കണ്ടീഷൻസ് ഓഫ് ഇയർ വിത്ത് എക്സ്ട്രീം പെയിൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് സെപ്റ്റിക് കണ്ടീഷൻ അല്ല, ജനറൽ ആയിട്ട് വരുന്ന ഒരു ഇയർ പെയിൻ, അതും അത്രയും സിവിയർ ആയിട്ട് വരികയാണ്. കുട്ടിക്ക് നമുക്ക് ആ മോൻ കാണുമ്പോഴേ അറിയാം ഒരു സഫറിങ് എക്സ്പ്രഷൻ ഒക്കെ പോലെ, അപ്പോഴാണ് നമ്മൾ ഓറമെറ്റ് പറയുന്നത്. ഇത് സെപ്റ്റിക് കണ്ടീഷൻ ആണ്, കുട്ടിക്ക് ചെവിയിലൂടെ പഴുപ്പ് വരുന്നുണ്ട്, നമുക്കിങ്ങനെ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ഡിസ്ചാർജ് വരുന്നത് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ഡിസ്ചാർജും വരുന്നുണ്ട്, അതിന്റെ കൂടെ എക്സ്ട്രീം പെയിൻ ആണെങ്കിൽ നമ്മൾ കൊടുക്കാറ് പൈറോജൻ 60 or 30 ഒരു ഡോസ് മോർണിംഗും കൊടുക്കും, അതേപോലെ ബെഡ് ടൈമിലും കൊടുക്കാം. പിന്നെ ഹെപ്പാർസെൽഫ് 1 ആണ് കൊടുക്കുന്നത് 3 times ഡെയിലി. നമ്മൾ ഹെപ്പാർസെൽഫ് 1 കൊടുക്കുക, നമ്പർ 60 പിൽസിൽ മെഡിക്കേറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുക. അപ്പൊ ഒരു പില്ല് ഒരു നേരം അങ്ങനെ വെച്ച് കഴിക്കാനാണ് പറയാം. അതേപോലെ ടാരന്റുല ക്യുബൻസിസും നല്ലതാണ്. ഇഫ് ദർ ഇസ് ഡെത്ത് ലൈക്ക് പെയിൻസ് ഉണ്ടെങ്കിൽ ടാരന്റുല ക്യുബൻസിസും നല്ലതാണ്, അങ്ങനെ ചെയ്യാം. പിന്നെ ചില കേസസിന് പൈറോജൻ മാത്രമായിരിക്കും കൊടുക്കുക, ചില കേസസിന് ഹെപ്പാർസെൽഫ് മാത്രമേ കൊടുക്കാറുള്ളൂ. രണ്ടും സെപ്റ്റിക് കണ്ടീഷനും നല്ലതാണ്. സിവിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈറോജനും ഹെപ്പാർസെൽഫും രണ്ടും കൂടെ കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നായിട്ട് കൊടുത്താലും കുഴപ്പമില്ല. അതിന്റെ പോയിന്റ് ഇതാണ്:
Pyrogen. Pyrogen is a great remedy for septic states with intense pain and restlessness. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈറജൻ, പെൻസിലിനം, സ്ട്രെപ്റ്റോകോക്സിനം, ഇത് മൂന്നുമാണ് നമ്മൾ കൂടുതലായിട്ട് സെപ്റ്റിക് സ്റ്റേറ്റ്സിന് യൂസ് ചെയ്യുന്ന മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ മെയിൻ മെഡിസിൻ ആണ് പൈറജൻ. അത് എന്ത് സെപ്റ്റിസീമിയോ സെപ്റ്റിക് സ്റ്റേറ്റ് എന്തായിക്കോട്ടെ, വിത്ത് ഭയങ്കര പെയിനും റെസ്റ്ലെസ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പൈറജൻ കൊടുക്കാം. പിന്നെ ഹെപ്പാർ സൾഫ്, ത്രോബിംഗ് പെയിൻ ഇൻ ഇയർ വിത്ത് ഹാർഡ്നെസ് ഓഫ് ഹിയറിംഗ്, വിസിങ് സൗണ്ട്സ് ഇൻ ഇയർ, ഡിസ്ചാർജ് ഓഫ് ഫെറ്റിഡ് പസ് ഫ്രം ദ ഇയർ. അതാണ് ഹെപ്പാർ സൾഫിന്റെ പോയിന്റ്. നമ്മൾ കൂടുതലും നേരത്തേക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഹെപ്പാർ സൾഫ് 30 ആണ് നമ്മൾ കൂടുതൽ ഉപയോഗിച്ചത്. വണ്ണം നമ്മൾ യൂസ് ചെയ്യാൻ, ഹെപ്പാർ സൾഫിന്റെ വണ്ണം യൂസ് ചെയ്യാൻ തുടങ്ങിയത് തന്നെ ഇതുപോലെ ക്ലാസ്സസ്, ലൈഫ് ബീച്ചിന്റെ ക്ലാസ്സിൽ ട്രിവാൻഡ്രത്ത് നിന്ന് ബാലേന്ദ്രൻ ഡോക്ടർ എപ്പോഴും ഹെപ്പാർ സൾഫ് വണ്ണം, ഇൻഫ്ലമേഷൻ വിത്ത് പെയിൻ എനിവർ ഇൻ ദ ബോഡി, ഹെപ്പാർ സൾഫ് വണ്ണം നല്ലതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ വണ്ണം യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോ 30നേക്കാളും വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് റിസൾട്ട് വണ്ണമ്മിൽ കിട്ടി. എവിടെ പെയിൻ ഉണ്ടെങ്കിലും, അത് ഈവൻ റെക്ടൽ പെയിൻ ആണെങ്കിൽ പോലും നമ്മൾ ഹെപ്പാർ സൾഫ് വണ്ണം കൊടുത്തിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട് ഇപ്പൊ ഒരുപാട് കേസസിന്. അങ്ങനെ അപ്പൊ അതുകൊണ്ട് നമ്മൾ 30 ആയിരുന്നു കൊടുക്കുക, അപ്പൊ വണ്ണം ആക്കാൻ കാരണം ബാലേന്ദ്രൻ ഡോക്ടറുടെ ആ ഒരു ഇതിലാണ്. അപ്പൊ ഹെപ്പാർ സൾഫിന്റെ കൂടെ ഈ പോയിന്റും ഉണ്ട്, അതിന്റെ കൂടെ തന്നെ ഇൻഫ്ലമേഷൻ വിത്ത് പെയിൻസ് എനിവർ ഇൻ ദ ബോഡി, അതും കൂടെ ആഡ് ചെയ്യാം. നെക്സ്റ്റ് ടാരന്റുല ക്യൂബൻസിസ്, ഡെത്ത് ലൈക്ക് പെയിൻ ഇൻ ഇയർ. അപ്പൊ ഇതാണ് മെയിൻലി സെപ്റ്റിക് സ്റ്റേറ്റ്സിനുള്ളത്. പൈറജൻ 60 or 30, 1 dose in early morning and at bed time. പിന്നെ ഹെപ്പാർ സൾഫ് വണ്ണമാണ്, 3 times daily till better. പിന്നെ ടാരന്റുല ക്യൂബൻസിസ് ഓൾസോ ഗുഡ്. നെക്സ്റ്റ് കട്ടിംഗ് പെയിൻസ് അണ്ടർ ഇയർ ഓർ ഓവർ ഇയർ. അതായത് ചെവിന്റെ ബാക്കിലായിട്ടോ അല്ലെങ്കിൽ ചെവിന്റെ പുറകെ, ഉള്ളിലായിരിക്കില്ല പെയിൻ, ഇങ്ങനെ പുറത്തായിട്ട് ഇങ്ങനെ ചെവിന്റെ ചുറ്റും അവരിങ്ങനെ പെയിൻ പറയുകയാണെങ്കിൽ നമ്മൾ കൊടുക്കാം കെമോമില്ല 30 കൊടുക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫെറംഫോ 6X നല്ലതാണ്, മാക്ഫോ 6X നല്ലതാണ്. ഒരുപാട് വേദന ഉണ്ടെങ്കിൽ അവർലി കഴിക്കാം. അപ്പൊ നമ്മൾ എല്ലാം പിൽസിലാ കൊടുക്കുക. കെമോമില്ല 30 5 ഗുളിക കഴിച്ച് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് 1-2 ടാബ്ലറ്റ് ഫെറംഫോസോ മാക്ഫോസോ അവർലി കഴിക്കാൻ പറയും. ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 അവർലി ആക്കുക, അല്ലെങ്കിൽ 4 times 3 times ഡെയിലി ആക്കാൻ വേണ്ടി പറയും. നല്ലോണം മാറിയാൽ സ്റ്റോപ്പ് ചെയ്തോളാനും പറയും. അങ്ങനെ കെമോമില്ലിന്റെയും ഫെറംഫോസിന്റെയും പോയിന്റ് ഇതാണ്, കട്ടിംഗ് പെയിൻസ് അറൌണ്ട് ഇയർ. കട്ടിംഗ് പെയിൻസ് അറൌണ്ട് ഇയർ ആണ് കെമോമില്ലിയും ഫെറംഫോസിന്റെയും പോയിന്റ് വരുന്നത്. നെക്സ്റ്റ് ടോസിങ് അബൌട്ട് വിത്ത് പെയിൻസ്, വേദന കൊണ്ട് പെടയുക. അതാണ് വേദന കൊണ്ട് പെടയുക. അത് അക്കോണൈറ്റ് ആണ്. അക്കോണൈറ്റ് 30 പ്ലസ് ആഫ്റ്റർ 10 minutes മാക്ഫോ 6X, ബോത്ത് അവർലി ടിൽ ബെറ്റർ. വെൻ ബെറ്റർ ആയി കഴിഞ്ഞാൽ 3 or 4 times ഡെയിലി കൊടുക്കുക. ഇപ്പൊ ടോസിങ് അബൌട്ട് വിത്ത് പെയിൻസ് ആണെങ്കിൽ അത് അക്കോണൈറ്റ് ആണ്. സ്ക്രീമിംഗ് വിത്ത് ഭയങ്കര സിവിയർ പെയിൻ, എക്സ്ട്രീം പെയിൻസ് ആണ്, വിത്ത് ഡിസയർ ടു കമ്മിറ്റ് സൂസൈഡ് ആണെങ്കിൽ അത് ഓറമെറ്റ് ആണ്. സെപ്റ്റിക് സ്റ്റേറ്റ് ആണെങ്കിൽ പൈറോജനോ ഹെപ്പാർ സൾഫോ ടാരന്റുല ക്യൂബൻസിസ് ഒക്കെയാണ് കൊടുക്കുക. പിന്നെ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന പൊട്ടൻസിയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇനിയിപ്പോ വേറെ ആർക്കെങ്കിലും ഇതിന്റെ തന്നെ വേറെ പൊട്ടൻസിയിൽ കുറച്ചും കൂടെ റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ആ പൊട്ടൻസി യൂസ് ചെയ്യാം, അതുകൊണ്ട് കുഴപ്പമില്ല. റിപ്പീറ്റേഷനും അവരവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് നമ്മൾ ക്ലിനിക്കിൽ ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് കട്ടിംഗ് പെയിൻസ് ഇൻ ഇയർ. കട്ടിംഗ് പെയിൻസ് ഇൻ ഇയർ, അത് ബെലഡോണ 30 പ്ലസ് ആഫ്റ്റർ 10 minutes 2 tabs ഓഫ് മാക്ഫോ 6X ഓർ ഫെറംഫോ 6X, ബോത്ത് അവർലി ടിൽ ബെറ്റർ. കട്ടിംഗ് പെയിൻസ് ഇൻ ഇയർ അതിൽ ബെലഡോണിന്റെ പോയിന്റ് ആണ്, മിഡിൽ ഇയർ ഇൻഫെക്ഷൻ, പെയിൻ കോസസ് ഡെലീരിയം, ടിയറിംഗ് പെയിൻ ഇൻ മിഡിൽ ആൻഡ് എക്സ്റ്റേണൽ ഇയർ, ചൈൽഡ് ക്രൈസ് ഔട്ട് ഇൻ സ്ലീപ്, ത്രോബിംഗ് ആൻഡ് ബീറ്റിംഗ് പെയിൻസ് ഡീപ്പ് ഇൻ ദി ഇയർ, സിൻക്രണസ് വിത്ത് ഹാർട്ട് ബീറ്റ്. പെയിൻ കോസിങ് ഡെലീരിയം എന്നാണ് പറയുന്നത്. കുട്ടി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് കരയുക, വേദന കാരണം. അതാണ് ചിലപ്പോൾ നമ്മളിപ്പോ ഫീവർ ആയിട്ട് ഒരു കേസ് വരികയാണ്. ഇപ്പൊ കൂടുതലും കുട്ടികൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ പനി അല്ലെങ്കിൽ തലവേദന, അല്ലെങ്കിൽ കുട്ടി രാത്രി ഉറങ്ങുന്നേ ഇല്ല, അല്ലെങ്കിൽ പനി, ചെവി വേദന, ഇൻഫെക്ഷൻ ഒന്നുമില്ല പക്ഷെ വേദന ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ബെലഡോണ 30 കൊടുക്കും. പിന്നെ ബെലഡോണ 30ന്റെ കൂടെ നമ്മൾ ഫീവറിന് പിന്നെ വേറെ എന്തെങ്കിലും മെഡിസിൻ കൂടെ ഉണ്ടെങ്കിൽ കൊടുക്കും. പക്ഷെ അങ്ങനെ പെയിനും ഉണ്ട് അതേസമയം ഫീവറും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ബെലഡോണ കൊടുക്കും. അതാണ്. അപ്പോൾ മീൻസ് ചെവിവേദന മാത്രമല്ല, ഇപ്പൊ പനി ചെവിവേദന പറഞ്ഞിട്ട് വരുവാണെങ്കിൽ നമുക്ക് ബെലഡോണ കൊടുക്കാം. പനിക്കും നല്ലതാണ്, ചെവിവേദനയ്ക്കും നല്ലതാണ്. ഇപ്പൊ ബെലഡോണ കട്ടിംഗ് പെയിൻസ് ഇൻ ഇയർ ആണ് ബെലഡോണ 30 പ്ലസ് ആഫ്റ്റർ 10 minutes മാക്ഫോ 6X ഓർ ഫെറംഫോ 6X. പിന്നെ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് കുറച്ച് പോയിന്റ്സ് ആണ്. നമ്മൾ കൂടുതലും കൊടുക്കുന്ന ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കുന്നതാണ് നമ്മൾ പ്രിസ്ക്രിപ്ഷൻസ് ആയിട്ട് ഇത്രയും സമയം പറഞ്ഞത്. ഓറമെറ്റ്, അക്കോണൈറ്റ്, കെമോമില്ല, ബെലഡോണ,
പൈറോജൻ ഇതൊക്കെ പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് ജസ്റ്റ് റെഫറൻസ് നോട്ട്സ് ആണ്. നമ്മളിത് ഓർത്ത് വെക്കുക. എപ്പോഴെങ്കിലും പേഷ്യന്റ് വന്നിട്ട് ഇതുപോലെ സിംറ്റം പറയുകയാണെങ്കിൽ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ റെഫറൻസ് നോട്ട്സിലുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് പറയുന്നത്. അപ്പൊ ആ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്യാം. ഫസ്റ്റ്, violent otalgia or violent ear pain. Cicuta verosa 6x30 and Allium cepa 6e30. അതാണ് സിക്യൂട്ടിയിൽ നമുക്ക് കൂടുതൽ ആക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു പൊട്ടൻസിയാണ് 6x എന്ന് പറയുന്നത്. നമുക്കിപ്പോ പെയിൻ നമ്മൾ ഇയർ പെയിനും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഓറമെറ്റും സിക്യൂട്ടിയും കൂടെ കൊടുത്ത കേസസും ഉണ്ട്. ഓറമെറ്റ് 30 കൊടുക്കും പിൽസിലും, അതേപോലെ സിക്യൂട്ട 6x കൊടുക്കും പിൽസിൽ. രണ്ടും 2 അവർലി കഴിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ റിസൾട്ട് കിട്ടിയ കേസസും ഉണ്ട്. കാരണം സിക്യൂട്ടിന്റെ പോയിന്റും വയലന്റ് ഇയർ പെയിൻ ആണ്. നമ്മൾ കൂടുതലും ക്ലിനിക്കിൽ യൂസ് ചെയ്യുക സിക്യൂട്ട വെറോസ 6x ആണ്. ഇതിൽ മാത്രമല്ല വേറെ പലതിലും ആണെങ്കിലും ഇപ്പോ കൈവിരലുകൾ മടങ്ങിയത്, ഇപ്പൊ ട്രിഗർ ഫിംഗർ പോലെയൊക്കെ ഒരു നമ്മൾ സിക്യൂട്ട കൊടുക്കാറുണ്ട്. കൈ മടക്കാനോ നിവർത്താനോ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സിക്യൂട്ടയ്ക്ക് സിംറ്റംസ് ഉണ്ട്. അതിനും നമ്മൾ കൂടുതലും കൊടുക്കുക 6x ആണ് കൊടുക്കുക. സിക്യൂട്ടയ്ക്ക് 6xൽ കൂടുതൽ ആക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അപ്പൊ അതുകൊണ്ട് അവിടെ 6x പ്രത്യേകം എഴുതാൻ കാരണം. പിന്നെ കട്ടിംഗ് പെയിൻ ബിലോ റൈറ്റ് ഇയർ, അത് കോൾച്ചിക്കം 30. ത്രോബിംഗ് ആൻഡ് പൾസേറ്റിംഗ് പെയിൻസ്, Ferrumphor 6x and Chamomilla 30. Next, sharp and stitching ear pains. അതും Ferrumphor 6x ഉം Chamomilla 30 ആണ്. ത്രോബിംഗ്, പൾസേറ്റിംഗ്, ഷാർപ്പ്, സ്റ്റിച്ചിങ്, ഇയർ പെയിൻസ്, കട്ടിംഗ് പെയിൻസ് എല്ലാത്തിനും കെമോമില്ലിയും ഫെറംഫോസും വളരെ നല്ലതാണ്. വളരെ ഇൻഡിക്കേറ്റഡും ആണ്. അപ്പൊ നമുക്കത് കൊടുക്കാം. എന്ത് ഇയർ പെയിൻസ് വരുമെങ്കിൽ ബ്ലൈൻഡ് ആയിട്ടാണെങ്കിൽ നമുക്ക് കെമോമില്ലിയും ഫെറംഫോസും നമുക്ക് കൊടുക്കാം. ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മാറും. ഇൻഫെക്ഷൻ ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് എന്ത് പെയിൻ ആണെങ്കിലും നമുക്ക് കെമോമില്ലിയും ഫെറംഫോസും നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ്, ഇയർ പെയിൻസ് ഇൻ ഡാം വെതർ. ചില പേഷ്യൻസ് വന്ന് പറയും ഈ തണുപ്പ് അല്ലെങ്കിൽ മഴക്കാലം തുടങ്ങുമ്പോഴാണ് അവർക്ക് ചെവിവേദന വരിക എന്ന് പറയും. അതാണ് മഴ തുടങ്ങി ചെവിവേദനയും തുടങ്ങി പറയും. അതാണ് ഇയർ പെയിൻസ് ഇൻ ഡാം വെതർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മെഡിസിൻ ആണ് ഡൽക്യാമറ 30, നാട്രം സൾഫ് 6x ആണ് മെഡിസിൻ. ഡൽക്യാമറ 30 ആൻഡ് നാട്രം സൾഫ് 6x. അത് പിന്നെ പെയിനിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം, അവരവരുടെ ഇഷ്ടമാണ്. പൊട്ടൻസിയും ചൂസ് ചെയ്യാം. പക്ഷെ ഡൽക്യാമറയും നാട്രം സൾഫും ആണ് ഇയർ പെയിൻസ് ഇൻ ഡാം വെതർ. മഴ തുടങ്ങി ഡോക്ടറെ അപ്പോഴേക്കും എന്റെ ചെവിവേദന തുടങ്ങി, അല്ലെങ്കിൽ ചെവിവേദന എപ്പോഴും മഴക്കാലത്തേ വരുള്ളൂ, തണുപ്പ് കാലത്തേ വരുള്ളൂ, അങ്ങനെ പറഞ്ഞു വരുന്ന പേഷ്യൻസിന് കൊടുക്കാമത്. നെക്സ്റ്റ്, ബേണിംഗ് പെയിൻസ് ഇൻ ഇയർ, അത് ഫെറംഫോസ് ആണ്. ബേണിംഗ് പെയിൻസ് ഇൻ ഇയർ ഫെറംഫോസ്. നെക്സ്റ്റ്, ഡ്രോയിങ് പെയിൻ ഇൻ റൈറ്റ് എക്സ്റ്റേണൽ ഇയർ, മലേറിയ ഒഫിഷ്യനാലിസ് 30 ആണ് മെഡിസിൻ. ഡ്രോയിങ് പെയിൻ ഇൻ റൈറ്റ് എക്സ്റ്റേണൽ ഇയർ, മലേറിയ ഒഫിഷ്യനാലിസ് 30. നെക്സ്റ്റ്, ട്വിസ്റ്റിംഗ് പെയിൻ ഇൻ ദ ലെഫ്റ്റ് ഇയർ, അത് പാരഫിനം 30 ആണ് മെഡിസിൻ. ട്വിസ്റ്റിംഗ് പെയിൻ ഇൻ ദ ലെഫ്റ്റ് ഇയർ, പാരഫിനം 30. നെക്സ്റ്റ്, ഇയർ പെയിൻസ് വിത്ത് യെല്ലോ ഡിസ്ചാർജ്. ചെവിയിൽ വേദനയും ഉണ്ട്, ചെവി കൂടെ യെല്ലോ ഡിസ്ചാർജും വരികയാണെങ്കിൽ അത് കാലിസൾഫാണ് ഏറ്റവും ഇൻഡിക്കേറ്റഡ്. അതിന്റെ കൂടെ കെമോമില്ലിയും കൊടുക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ കെമോമില്ലിയും ഫെറംഫോസും നമുക്ക് കൊടുക്കാം. പെയിൻ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, കൂടുതലും കൊടുക്കുന്നത് തെറ്റില്ല എന്ന്. പക്ഷെ ഡിസ്ചാർജ് യെല്ലോ ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ ഫെറംഫോസിന് പകരം കാലിസൾഫ് കൊടുക്കുക. അപ്പോൾ നല്ല പെയിനും ഉണ്ട്, നിറയെ ഡിസ്ചാർജും വരുന്നുണ്ടെങ്കിൽ അവർലിയോ 2 അവർലിയോ കൊടുക്കാം. കുറഞ്ഞു കഴിഞ്ഞാൽ 3 to 4 times ഡെയിലി അങ്ങനെ കൊടുക്കാം. കെമോമില്ലിയും കാലിസൾഫും ആണ് ഇയർ പെയിൻസ് വിത്ത് യെല്ലോ ഡിസ്ചാർജ്. നെക്സ്റ്റ്, വൈറ്റ് ടങ് വിത്ത് ഇയർ പെയിൻസ്. ചെവിവേദനയും ഉണ്ട്, അതിന്റെ കൂടെ വൈറ്റ് ടങ്ങും ആണെങ്കിൽ കാലിമ്യൂർ 6x 30 കൊടുക്കാം. വൈറ്റ് ടങ് വിത്ത് ഇയർ പെയിൻസ്, കാലിമ്യൂർ 6x 30. നെക്സ്റ്റ്, സ്വെള്ളൻ ഗ്ലാൻഡ്സ് വിത്ത് ഇയർ പെയിൻ. അതായത് എവിടെയോ ആയിക്കോട്ടെ, ഇപ്പൊ ചെവിന് ചിലപ്പോൾ മാസ്റ്റർ ഗ്ലാൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അഡിനൈറ്റിസ് പോലെ ആയിരിക്കും കുട്ടികൾക്ക് വരുന്നുണ്ടാവുക. ചെവി വേദനയും ഉണ്ടാവും, അതിന്റെ കൂടെ സ്വെല്ലൻ ഗ്ലാൻഡ്സും ഉണ്ടെങ്കിൽ കാലിമ്യൂറോ കെൽക്കേരിയ ഫോസോ കൊടുക്കാം, 6x കൊടുക്കാം. അതിന്റെ കൂടെ വേറെ ഇൻഡിക്കേറ്റഡ് മെഡിസിൻസും കൊടുക്കാം. പക്ഷെ കാലിമ്യൂറും കെൽക്കേരിയ ഫോസും നല്ലതാണ്. ഇയർ പെയിൻസ് വിത്ത് ഗ്ലാൻഡ് സ്വെല്ലിംഗ്. നെക്സ്റ്റ്, സ്വെല്ലിംഗ് ബിഹൈൻഡ് ഇയേഴ്സ് വിത്ത് പെയിൻ. ചെവിന്റെ പുറകില് സ്വെല്ലിംഗ് ആയിരിക്കും വിത്ത് പെയിൻ. അങ്ങനെയാണ് നമ്മൾ ക്യാപ്സിക്കം ആണ് കൊടുക്കുക. ക്യാപ്സിക്കം 30 ആണ് മെഡിസിൻ. നെക്സ്റ്റ്, ന്യൂറാൾജിക് ഇയർ ഏക്ക് ഓർ സ്റ്റിക്കിംഗ് പെയിൻ ഇൻ ഇയേഴ്സ്,
പെയിൻ ഗോസ് ഫ്രം 1 ear ടു ദ അതർ ത്രൂ ദ ഹെഡ്. അത് പ്ലാന്റാഗോ മേജർ ആണ്. മദർ ടിഞ്ചർ 30 എന്ത് വേണമെങ്കിലും കൊടുക്കാം. ചെവി വേദനയായിരിക്കും, ഒരു ചെവിയിൽ നിന്ന് അടുത്ത ചെവിയിലോട്ട് വേദന പോവും, ത്രൂ ഹെഡ് ആയിരിക്കും. അപ്പൊ എന്താ വെച്ചാൽ മെയിൻലി പേഷ്യന്റിനും തലയിലും വേദന ഉണ്ടാവും. അതാണ് ഉദ്ദേശിക്കുന്നത്. തലവേദനയും ഉണ്ടാവും, അതിന്റെ കൂടെ ചെവി വേദനയും ഉണ്ടാവും. അതാണ് പ്ലാന്റാഗോ മേജർ. ടിഞ്ചർ 30 രണ്ടും നല്ലതാണ്. നെക്സ്റ്റ് അക്യൂട്ട് ഇയർ പെയിൻ. അക്യൂട്ട് ഇയർ പെയിൻ VAB 6E30 ആണ് മെഡിസിൻ. പിന്നെ ബോറിംഗ് പെയിൻ ഇൻ ഇയേഴ്സ്, അത് കാലി അയഡം 30 ആണ് മെഡിസിൻ. ബോറിംഗ് പെയിൻ ഇൻ ഇയേഴ്സ് കാലി അയഡം 30. നെക്സ്റ്റ് ഒട്ടാൽജിയ ഫ്രം VAB എന്തോ ഉദ്ദേശിക്കുന്നത്? നോസോഡാണ് മാഡം. VAB തന്നെയാണ് മെഡിസിന്റെ പേര്. നമ്മളുടെ ബോറിക്കില് ഏറ്റവും ലാസ്റ്റ് നോസോഡിന്റെ സെക്ഷൻ കൊടുത്തതിൽ ഏറ്റവും ലാസ്റ്റ് മെഡിസിൻ ആണ് VAB എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ട്യൂബർക്കുലം, അവയർ, സ്ട്രെപ്റ്റോകോക്സിൻ അതൊക്കെ പോലെ ഒരു മെഡിസിൻ ആണ്. മെഡിസിന്റെ പേര് തന്നെ തന്നെയാണ് VAB തന്നെയാണ്. അത് അവൈലബിൾ ആണ് അല്ലേ? അതെ അതെ, അവൈലബിൾ ആണ്. നെക്സ്റ്റ് പോയിന്റ്, ഒട്ടാൽജിയ ഫ്രം എക്സ്പോഷർ ടു ഡ്രോട്ട്സ് ആൻഡ് കോൾഡ്. വലേരിയാനോ ഒഫിഷ്യനാലിസ്, അതായത് എന്തെങ്കിലും കാലാവസ്ഥ ചേഞ്ചോ അല്ലെങ്കിൽ വെതർ ചേഞ്ചസോ അല്ലെങ്കിൽ തണുപ്പോ ഒക്കെ തട്ടുമ്പോൾ ചെവിവേദന വരിക, അത് വലേരിയാനോ ഒഫിഷ്യനാലിസ് ആണ് മെഡിസിൻ. തണുപ്പ് തട്ടുമ്പോൾ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഡാം വെതറിൽ ഡൽക്യാമറയും നാട്രം സൾഫോണും. അതേപോലെ എക്സ്പോഷർ ടു ഡ്രോട്ട്സ് ആൻഡ് കോൾഡ് വരുന്നത് വലേരിയാനോ ഒഫിഷ്യനാലിസ്, മദർ ടിഞ്ചറോ 30, രണ്ടും നല്ലതാണ്. നെക്സ്റ്റ് acute obstruction, intense pain, throbbing, severe spells of unbearable shooting pains, and because of that the patient is almost frantic and sometimes dancing about and screaming. Worse by heat, better by cold. It will act anywhere: ear, tooth, gallbladder, urethra, uterus, gangrene, phelon, etc. വേദന എവിടെയാണെങ്കിലും വെപ്രാളത്തോടുകൂടി നിലവിളിക്കുകയോ തുള്ളിച്ചാടുകയോ ചെയ്യുക. അതാണ് ബെല്ലിസ് പെരനിസ് ആണ് മെഡിസിൻ. ബെല്ലിസ് പെരനിസ്, മദർ ടിഞ്ചർ 30. അത് ഇയർ പെയിൻസിന് മാത്രമല്ല വേറെ എല്ലാ പെയിൻസിനും നല്ലതാണ്. ഒരു ഡോക്ടർ പറഞ്ഞതാണ്, ഡോക്ടർ ഹെയ്സ് ആണ് അത് പറഞ്ഞിരിക്കുന്നത് ഈ പോയിന്റ്. എവിടെയാണെങ്കിലും അൺബിയറബിൾ പെയിൻ ആണ്, പേഷ്യന്റിന് ഭയങ്കര ഫ്രാൻറ്റിക് ആണ്, ഫ്രെൻസി ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ബെല്ലിസ് പെരനിസ് ടിഞ്ചറോ 30 കൊടുക്കാം എന്നാണ് പറയണത്. ടൂത്ത് ഏക്കോ ഇനിയിപ്പോ കിഡ്നി സ്റ്റോണിന്റെ പെയിനോ എന്താണെങ്കിലും ഇത് നല്ലതാണെന്നാണ് പറയണത്. ഡോക്ടർ ഹെയ്സ് ആണ് അങ്ങനെ പറയണത്. വേദന കാരണം വെപ്രാളത്തോടുകൂടി നിലവിളിക്കുകയോ തുള്ളിച്ചാടുകയോ ചെയ്യുക, അതാണ് ബെല്ലിസ് പെരനിസ്. നെക്സ്റ്റ് സബ്മാക്സിലറി ഗ്ലാൻഡ് സ്വെല്ലൻ, സ്റ്റിച്ചിങ് പെയിൻ ഇൻ ത്രോട്ട്, ഫ്ലൈയിങ് ടു ദ ഇയർ ഓൺ സ്വാളോയിങ്, എസ്പെഷ്യലി ലെഫ്റ്റ്, അത് സ്റ്റഫീസാഗ്രി ആണ് മെഡിസിൻ. മാക്സിലറി സബ്മാക്സിലറി ഗ്ലാൻസിന്റെ സ്വെല്ലിംഗും ഉണ്ട്, അതേപോലെ ത്രോട്ട് നിന്ന് വേദന ഇയറിലോട്ട് പോവാണ്, എസ്പെഷ്യലി ലെഫ്റ്റ് സൈഡ് ആണ്, അത് സ്റ്റഫീസാഗ്രി ആണ് മെഡിസിൻ. നെക്സ്റ്റ് നെർവസ്, കനോട്ട് ബിയർ പെയിൻ, ദ ഹോൾ ബോഡി ഈസ് ഓവർ സെൻസിറ്റീവ് ഓർ ഹൈപ്പർ സെൻസിറ്റീവ്. ഒട്ടും വേദന സഹിക്കാൻ പറ്റില്ല, ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ചെവി വേദനയാണ് ആൾക്ക്, പക്ഷെ എന്നാൽ പോലും ഹോൾ ബോഡി ഓവർ സെൻസിറ്റീവോ അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റീവ് എന്ന സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും, അതാണ് ആർണിക്കയാണ് മെഡിസിൻ. നെർവസ്, കനോട്ട് ബിയർ പെയിൻ, ദ ഹോൾ ബോഡി ഈസ് ഓവർ സെൻസിറ്റീവ് ഓർ ഹൈപ്പർ സെൻസിറ്റീവ്, ആർണിക്ക. നെക്സ്റ്റ് വീപ്പിംഗ് ബിക്കോസ് ഓഫ് കൺസ്ട്രക്റ്റീവ് പെയിൻ ഇൻ ഇയർ, അത് കാക്ടസ് ആണ് മെഡിസിൻ. കാക്ടസ്, മദർ ടിഞ്ചർ 30. ഇതിപ്പോ കാക്ടസ് ആണെങ്കിലും അത് ഇയറിൽ മാത്രമല്ല എവിടെ ആയിക്കോട്ടെ, വീപ്പിംഗ് പെയിൻസ് ആണെങ്കിൽ നമുക്ക് കാക്ടസ് കൊടുക്കാം. അത് ഈവൻ ഡിസ്മെനോറിയ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഈവൻ ക്യാൻസറിന്റെ പെയിൻ ആണെങ്കിൽ പോലും വേദന കാരണം പേഷ്യന്റ് കരയാണ്, വീപ്പിംഗ് ബിക്കോസ് ഓഫ് പെയിൻ. നമ്മളുടെ അടുത്ത് കരഞ്ഞിട്ടായിരിക്കും പേഷ്യന്റ് പറയുക, അല്ലെങ്കിൽ അത്രയും പേഷ്യന്റെ കണ്ണ് നിറയണ വേദന കാരണം. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് കാക്ടസ്, മദർ ടിഞ്ചറോ 30 രണ്ടും നല്ലതാണ്. വീപ്പിംഗ് പെയിൻസിന് നല്ലതാണ്, അത് ഇയറിലും അങ്ങനെ തന്നെയാണ്. വീപ്പിംഗ് ബിക്കോസ് ഓഫ് കൺസ്ട്രക്റ്റീവ് പെയിൻ ഇൻ ഇയർ, കാക്ടസ്, മദർ ടിഞ്ചർ 30. Next, extreme pain triggers hysteria. Hysteria and neurasthenia wants to be busy all the time with excited mood. അത് ഇൻഡിഗോ ആണ് മെഡിസിൻ. എക്സ്ട്രീം പെയിൻ കാരണം ഹിസ്റ്റീരിയ വരയ്ക്കും ഉണ്ടാവുക. ഹിസ്റ്റീരിയ ആൻഡ് ന്യൂറസ്തീനിയ wants to be busy all the time, ഇൻഡിഗോ. നെക്സ്റ്റ് സ്പ്ലിൻഡർ ലൈക്ക് ഇയർ പെയിൻസ്, ക്രാക്കിംഗ് ഇൻ ഇയേഴ്സ് വെൻ chewing, വെരി സെൻസിറ്റീവ് ടു നോയ്സ്, അതായത് നൈട്രിക് ആസിഡ് ആണ് മെഡിസിൻ.
സ്പ്ലിൻഡർ ലൈക്ക് ഇയർ പെയിൻസ്, ക്രാക്കിംഗ് ഇൻ ഇയേഴ്സ് വെൻ നമ്മൾ ചവയ്ക്കുമ്പോൾ ചെവിയിലൊരു ക്രാക്കിംഗ് സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഭയങ്കര സിവിയർ പെയിനും ആയിരിക്കും, നോയ്സിൽ സെൻസിറ്റീവ് ആണ്, അത് നൈട്രിക് ആസിഡ് ആണ്. നെക്സ്റ്റ്, സ്റ്റിച്ചസ് ഇൻ ഇയേഴ്സ്, ഇച്ചിങ്, ക്രാക്കിംഗ്, റിംഗിങ്, റോറിംഗ്, അത് കാലി കാർബാണ്. വേദനയും ഉണ്ട്, അതേപോലെ ചെവിയില് ഇച്ചിങ്ങും ക്രാക്കിംഗ്, റിംഗിങ്, റോറിംഗ് എല്ലാം ഉണ്ട്, അത് കാലി കാർബാണ് മെഡിസിൻ. നെക്സ്റ്റ്, external ear very painful to touch, ringing in ears, lobules red and swollen, അത് ചൈനയാണ് മെഡിസിൻ. എക്സ്റ്റേണൽ ഇയർ ആയിരിക്കും. അല്പ സ്പീഡ് കൂടുന്നുണ്ട്. ഓക്കെ മാഡം, നോക്കാം. കാലി കാർബിന്റെ പോയിന്റ് എല്ലാവർക്കും കിട്ടി വിചാരിക്കുന്നു. സ്റ്റിച്ചസ് ഇൻ ഇയേഴ്സ്, അതിന്റെ കൂടെ തന്നെ വേദനയും ഉണ്ട്, പിന്നെ ഇച്ചിങ്, ക്രാക്കിംഗ്, റിംഗിങ്, റോറിംഗ് എല്ലാം ഉണ്ട്, അത് കാലി കാർബാണ് മെഡിസിൻ. നെക്സ്റ്റ്, ചൈനയിൽ പറയുമ്പോൾ എക്സ്റ്റേണൽ ഇയർ ആണ് പെയിൻഫുൾ ടു ടച്ച്, നമുക്ക് ചെവി തൊടാൻ പോലും പറ്റില്ല, അതാണ് ചൈനന്റെ പോയിന്റ്. അതേ പക്ഷെ ചെവിന്റെ ഉള്ള സൗണ്ടും ഉണ്ട്, അതാണ് റിംഗിങ് ഇൻ ഇയേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു എക്സ്റ്റേണൽ ഇയർ ആണ് വളരെ പെയിൻഫുൾ എന്ന്, അപ്പൊ എക്സ്റ്റേണൽ ഇയർ ലൊബ്യൂൾസ് ഒക്കെ ഭയങ്കര റെഡ് ആയിരിക്കും, സ്വള്ളൻ ആയിരിക്കും, അതാണ് ചൈന. പുറമേ ആയിരിക്കും അവർക്ക് പെയിൻ കൂടുതൽ ഉണ്ടാവുക, അത് നമുക്ക് പുറമേ നിന്ന് കാണാനും പറ്റും, കാരണം ഇയർ ലോബ്സ് റെഡും സ്വള്ളനും ആയിരിക്കും, ചെവിന്റെ ഉള്ളിൽ നിന്ന് ശബ്ദവും കേൾക്കും. ചൈന 3x30 ആണ് മെഡിസിൻ. നെക്സ്റ്റ്, symptoms resemble belladonna, stitching, throbbing, earache, making the child to cry out. If belladonna fails, calcarea carb will relieve and cure. അപ്പോ ബെലഡോണ പോലെ തന്നെയാണ്, നമ്മൾ ബെലഡോണയിൽ പറഞ്ഞു ചൈൽഡ് ക്രൈസ് ഔട്ട് ഓഫ് സ്ലീപ്പ് എന്ന് പറഞ്ഞു, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് കുട്ടി കരയും. അതേപോലെ തന്നെയാണ് സ്റ്റിച്ചിങ്, ത്രോബിങ്, ഇയറേക്ക്, മേക്കിംഗ് ദ ചൈൽഡ് ടു ക്രൈ ഔട്ട്. ബെലഡോണ ഫെയിൽ ആയാൽ കൽക്കേരിയ കാർബ് വിൽ റിലീവ് ആൻഡ് ക്യൂർ എന്നാണ് പറയുന്നത്, അതാണ് കൽക്കേരിയ കാർബ്. അപ്പൊ ബെലഡോണയും നല്ലതാണ്, കൽക്കേരിയ കാർബും നല്ലതാണ്. നെക്സ്റ്റ്, ഇയർ പെയിൻ, സെൻസിറ്റീവ് ടു നോയ്സസ്, ഇറ്റ് പെനിട്രേറ്റ്സ് ദ ഇയർ, ടീത്ത്, ബോഡി എക്സെട്ര, അത് ടെറീഡിയോൺ ആണ് മെഡിസിൻ. ടെറീഡിയോൺ ഇയർ പെയിൻ ആണ്, അത് ആ നോയ്സ് പക്ഷെ എന്താ വെച്ചാൽ നമുക്കിങ്ങനെ തുളച്ചു കയറുന്ന പോലെ തോന്നും ശരീരത്തിൽ കൂടെ, ചെവിയിലൂടെയോ പല്ലിലൂടെയോ ബോഡിയിലൂടെയോ ഒക്കെ നമുക്ക് തുളച്ചു കയറുന്ന പോലെ തോന്നും, അത് ടെറീഡിയോൺ ആണ്. അപ്പൊ ഇത് പറഞ്ഞപ്പോ തന്നെ ഒരു ഡിസ്മെനോറിന്റെ ഒരു കേസും ഉണ്ടായിരുന്നു. പേഷ്യന്റിന് സിവിയർ ഡിസ്മെനോറിയാണ്, പക്ഷെ ആ സമയത്ത് ഒരു കൊട്ടോ അങ്ങനെ എന്തെങ്കിലും കേൾക്കുമ്പോൾ, നോയ്സ് കേൾക്കുമ്പോൾ വളരെ സെൻസിറ്റീവ് ആണ്, അങ്ങനെ വയറ്റിന്റെ ഉള്ളിലേക്ക് വേദന, അങ്ങനെ വയറ്റിന്റെ ഉള്ളിൽ വന്ന് ഇടിക്കുന്ന പോലെയും അപ്പൊ വേദന കൂടുന്ന പോലെയൊക്കെ പേഷ്യന്റ് തോന്നുമായിരുന്നു. അങ്ങനെ വെറുതെ വീട്ടിൽ കിടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഒരു പാട്ടാണെങ്കിലും ടി വിയിലോ ഒരു ഒച്ചത്തിൽ വെക്കണം, അതിലൊരു ഹെവി നോയ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുപോലും പേഷ്യന്റ് സെൻസിറ്റീവ് ആണെങ്കിൽ അടുത്തേക്ക് കൂടെ എന്തെങ്കിലും ഒരു കൊട്ടുപോയി, അതൊന്നും ഒട്ടും പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കേസിലും നമ്മൾ ടെറീഡിയോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡിസ്മെനോറിയാണ്, പക്ഷെ ഇതാണ് നോയ്സ് സെൻസിറ്റീവും ആണ്, അതേപോലെ ഇത് പെനിട്രേറ്റ് ചെയ്യുന്ന പോലെ തോന്നും ബോഡിയിലൂടെ, അപ്പൊ അതിനും നമ്മൾ ഒരു കേസിന് ടെറീഡിയോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, പേഷ്യന്റിന് ബെറ്റർ ആണെന്ന് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അപ്പൊ ഇയർ പെയിന് മാത്രമല്ല എല്ലാ പെയിനും ടെറീഡിയോൺ നല്ലതാണ്. ഇങ്ങനെ പക്ഷെ ഈ സിംറ്റം വേണം, സെൻസിറ്റീവ് ആണ്, ഇറ്റ് പെനിട്രേറ്റ്സ് ടു ദ ഹോൾ ബോഡി എന്ന് പറഞ്ഞിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ്, ബെസ്റ്റ് റെമഡി ഫോർ ഇയർ ഇൻഫെക്ഷൻസ് വിത്ത് ഇയർ പെയിൻ. ഇയർ പെയിന്റെ കൂടെ ഇയർ ഇൻഫെക്ഷനും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രമോണിയം കൊടുക്കാം. സ്ട്രമോണിയം 30 ആണ് മെഡിസിൻ. നമ്മൾ നേരത്തെ പറഞ്ഞു പൈറജൻ, ടാരന്റുല, ക്യുബൻസിസ്, ഹെപ്പാർ സൾഫ് ഒക്കെ പറഞ്ഞു, അതിന്റെ കൂടെ നമുക്ക് സ്ട്രമോണിയം 30 കൂടെ കൊടുക്കാം. നെക്സ്റ്റ്, unbearable ear pains at night, and the only that ameliorates is wrapping up the ear and head with a warm towel and even faints with the pain. നമ്മൾ നേരത്തെ ഹെപ്പാർ സൾഫിന്റെ പോയിന്റ് പറഞ്ഞു, ഇതല്ലാത്ത വേറൊരു ഡോക്ടറാണ്, ഡോക്ടർ ഡൊറോട്ടി ഷെപ്പാർഡ് പറഞ്ഞൊരു പോയിന്റ് ആണ് ഇപ്പൊ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. നൈറ്റിലാണ് അൺബിയറബിൾ ഇയർ പെയിൻസ് ഉണ്ടാവുക, അത് അമിലറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെവി അടയ്ക്കുക, ചെവി കെട്ടുക ഒരു വാം ടവൽ കൊണ്ടിട്ട്, അതാണ് അതിന്റെ ഒരു ബെറ്റർ ബൈ എന്ന് പറയുന്നത്, അതാണ് ചെവി ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ റാപ്പ് ചെയ്യും. പിന്നെ ചില സമയം വേദന വന്നിട്ട് തലകറങ്ങി വീഴുകയും ചെയ്യും, അത് ഹെപ്പാർ സൾഫാണ് മെഡിസിൻ. 31 എന്ത് വേണമെങ്കിലും കൊടുക്കാം. നെക്സ്റ്റ്, tearing and stitching pain in ears with external swelling, fetid pus from ears, അത് സിംഗം മെറ്റ് 30 ആണ് മെഡിസിൻ. സിംഗം മെറ്റ് 30. tearing and stitching pain in ears with external swelling, fetid pus from ears, അത് സിംഗം മെറ്റ് ആണ്. A remedy of great antiseptic properties and power,
മോർ പവർഫുൾ ദാൻ ഹെപ്പാർസൾഫ് ആൻഡ് സൈലീഷ്യ. അത് മൈറിസ്റ്റിക്കയാണ് മെഡിസിൻ. മൈറിസ്റ്റിക്ക സെബിഫെറ അതും ആന്റിസെപ്റ്റിക് ആയിട്ട് എന്തെങ്കിലും ഇയറിലെ മിഡിൽ ഇയർ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മൈറിസ്റ്റിക്ക കൊടുക്കാം. മിഡിൽ ഇയർ ഇൻഫെക്ഷൻ വിത്ത് പെയിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മെറിസ്റ്റിക്ക മദർ ടിഞ്ചർ കൊടുക്കാം. അതിന്റെ കൂടെ നമുക്ക് ഹെപ്പാർസൾഫോ പൈറോജനോ ടാരന്റിലിയോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. പിന്നെ എന്റെ ഫ്ലവേഴ്സ് ഇത് ഡോക്ടർ ഓഫ് സിഗ്നേച്ചർ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഫ്ലവേഴ്സ് ഒരു ഇയർ ഷേപ്ഡ് ആയിരിക്കും. സോ ഇറ്റ് മസ്റ്റ് ബി ഗുഡ് ഫോർ ഇയർ, അങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ബെസ്റ്റ് റെമഡി ഫോർ ഇയർ ഏക്ക് എന്ന് പറയുന്നത് വെർബാസ്കും കൂടി ഉണ്ട്. മദർ ടിഞ്ചർ 3x ആണ്. അത് ഡോക്ടർ ഓഫ് സിഗ്നേച്ചർ വെച്ചിട്ട് വരുന്ന ഒരു പോയിന്റ് ആണ്. നമ്മൾ ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം ചിലത് ഡോക്ടർ ഓഫ് സിഗ്നേച്ചറിന്റെ ബുക്സിലായിരിക്കും, പിന്നെ കൂടുതലും ബോറിക്കിലത്തെ പോയിന്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഓതേഴ്സ് പറഞ്ഞ പോയിന്റ് ആയിരിക്കും, അല്ലെങ്കിൽ നേർ റെപ്പട്രീന്നോ അങ്ങനെയൊക്കെ എടുത്ത കൂടുതൽ പോയിന്റ്സ് ആണ് ഇതിലുള്ളത്. എല്ലായിടത്തും നമ്മൾ പോയിന്റ്സ് ഇതായിട്ട് കാണുമ്പോൾ നമ്മൾ എടുക്കാറുണ്ട്. നമ്മളുടെ റൈറ്റപ്പ് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റപ്പ് പോയിന്റ്സ് ആണ് ഞാൻ ഇവിടെ നിന്ന് പ്രസന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ear pain with pus-like ear discharges, chronic otitis, creaking in ears when swallowing, polyp in ears. അത് തൂജയാണ് മെഡിസിൻ. ഇയർ പെയിൻ വിത്ത് പസ്-ലൈക്ക് ഇയർ ഡിസ്ചാർജസ്, ക്രോണിക് ഒട്ടൈറ്റിസ്, അത് തൂജയാണ് മെഡിസിൻ. നെക്സ്റ്റ്, സ്റ്റിങ്ങിങ് ഇയർ പെയിൻസ് വിത്ത് ഇൻഫ്ലെയിംഡ് റെഡ് ആൻഡ് സോർ എക്സ്റ്റേണൽ ഇയർ, അത് എപ്പിസ്മെല്ലാണ്. നമ്മൾ നേരത്തെ ചൈന പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേപോലെ എക്സ്റ്റേണൽ ഇയർ റെഡ് ആണ്, സ്വെള്ളൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്റ്റേണൽ ഇയറിലാണ് എക്സ്ട്രീംലി പെയിൻഫുൾ എന്ന് പറഞ്ഞിട്ട് അതേപോലത്തെ മെഡിസിൻ ആണ് എപ്പിസ്മെൽ എന്ന് പറയുന്നത്. സ്റ്റിങ്ങിങ് ഇയർ പെയിൻസ് ആണ് വിത്ത് ഇൻഫ്ലെയിംഡ് റെഡ് ആൻഡ് സോർ എക്സ്റ്റേണൽ ഇയർ ആണ്, അതാണ് എപ്പിസ്മെൽ. നെക്സ്റ്റ്, ബൊറാക്സ്. ഇയർ പെയിൻസ് ആണ് വെരി സെൻസിറ്റീവ് ടു സ്ലൈറ്റസ്റ്റ് നോയ്സ്, നോട്ട് സോ മച്ച് ബൈ ലൗഡർ നോയ്സസ്. അതാണ്, ചെറിയ ശബ്ദമാണ് അവർക്ക് കേൾക്കാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളത്, പക്ഷെ ഒരുപാട് വലിയ വലിയ ശബ്ദങ്ങൾ അവർക്ക് പ്രശ്നമില്ല. അത് ബൊറാക്സ് ആണ് അതിന്റെ മെഡിസിൻ. പിന്നെ പെയിൻ ഇൻ ഇയേഴ്സ് സ്റ്റിയറിംഗ് വിത്ത് ടോഫി, അതായത് ഗൗട്ടാണ് ഉദ്ദേശിക്കുന്നത്, മീൻസ് ഗൗട്ട് ലൈക്ക്, അതാണ് ബെർബറിസ് വൾഗാരിസ് എന്ന് പറയുന്നത്. അപ്പൊ പെയിൻ ഇൻ ഇയേഴ്സ് സ്റ്റിയറിംഗ് വിത്ത് ടോഫി എന്ന് പറയുന്നത് ബെർബറിസ് വൾഗാരിസ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇയർ പെയിൻസിന്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് കൊടുത്ത് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് പ്രിസ്ക്രിപ്ഷൻസും അതിന്റെ റെഫർ ചെയ്യാനുള്ള മെഡിസിൻസും ആണ് നമ്മൾ ഇത്രയും സമയം പറഞ്ഞത്. ഇനി നമ്മൾ പോകുന്നത് ഡെഫ്നെസ്സിലോട്ടാണ് പോണത്. ഇതും ഒരു ഫീഡ്ബാക്ക് കേസ് ആണ്. വളരെ സർപ്രൈസിങ് ആയിട്ട് നമുക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് ആണിത്. ഏകദേശം ഒരു 75 ഇയേഴ്സ് ആയിട്ടുള്ള ഓൾഡ് ആയിട്ടുള്ള ഒരാളാണ് വന്നിട്ടുണ്ടായിരുന്നത്. പേഷ്യന്റ് അത്രയും ഏജ്ഡ് ആണ്. അപ്പൊ ആദ്യം വരുമ്പോൾ നമ്മൾ എന്ത് പറയുമ്പോഴും പേഷ്യന്റിന് കേൾക്കില്ല. അപ്പൊ കൂടെ ഒരു പേഷ്യന്റ് ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു, റിലേറ്റീവ് ആരോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളാണ് പേഷ്യന്റ് അടുത്ത് ഇങ്ങനെ ആക്ഷനിലൂടെ കാണിച്ച് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും എല്ലാം. അപ്പൊ ഈ മെഡിസിൻ നമ്മൾ ഈ കൊടുത്ത പ്രിസ്ക്രിപ്ഷൻ ആണിത്. ഇതൊരു 2 മാസം കഴിക്കുമ്പോഴേക്കും പേഷ്യന്റ് ബെറ്റർ ആയി. നമുക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ പേഷ്യന്റ് ആദ്യമൊക്കെ വരുമ്പം വരൂ ഇരിക്കൂ എന്നൊക്കെ പറയുമ്പോൾ പേഷ്യന്റ് ഒന്നും മൈൻഡ് ചെയ്യേ ഉണ്ടാവില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഓക്കെ, പേഷ്യന്റ് ഇങ്ങനെ ഡോറിന്റെ അവിടെ നിൽക്കുമ്പോൾ സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം ചോദിക്കുമ്പോൾ പേഷ്യന്റ് അതിന് റിപ്ലൈ തരാൻ തുടങ്ങി. അപ്പൊ മനസ്സിലായി ഓക്കെ കേട്ട് തുടങ്ങി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് മനസ്സിലായത്. അപ്പൊ ഇതില് ഫീഡ്ബാക്ക് കിട്ടിയതാണ് വേരിയോളിനും 200 മന്ത്ലി വൺസ് ഏതെങ്കിലും ഒരു ദിവസം കൊടുക്കുക. ആ ദിവസം വേറെ മെഡിസിൻസ് ഒന്നും കൊടുക്കില്ല. അല്ലാത്ത ദിവസങ്ങളിൽ അൽഫാൽഫ മദർ ടിഞ്ചർ 10 ഡ്രോപ്സ് കൊടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കോസ്റ്റിക്കം 30, പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നാട്രം സൾഫ് 6x, എല്ലാം 4 ടൈംസ് ഡെയിലി കൊടുക്കുക. 3 or 4 ടൈംസ് കൊടുക്കുക. പിന്നെ കുറച്ചൊന്ന് ബെറ്റർ ആവുകയാണെങ്കിൽ നാട്രം സൾഫ് സ്റ്റോപ്പ് ചെയ്തിട്ട് കാലിമ്യൂർ 6x ലോങ് ടേമിന് കൊടുക്കുക. അങ്ങനെയാണ്. പക്ഷെ നമ്മൾ ആദ്യം തന്നെ ആൽഫാൽഫയും കോസ്റ്റിക്കും നാട്രം സൾഫും കൊടുത്തു, അതിൽ തന്നെ ബെറ്റർ ആയിരുന്നു. പിന്നെ നമ്മളത് കുറച്ച് ഒരു 5-6 മാസമൊക്കെ നമ്മൾ ആ മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് കേൾക്കാൻ തുടങ്ങുക എന്ന് പറയുന്നത് സർപ്രൈസിങ് ആണ്. ഇപ്പൊ ചെറുപ്പമൊക്കെ ആണെങ്കിൽ പിന്നെയും പോട്ടെ പറയാം. പിന്നെ ആൾക്ക് ഇയർ എക്സസൈസും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിലും ഇയർ എക്സസൈസ് കാണിച്ചു തന്നിട്ടുണ്ട്. ഇയർ എക്സസൈസും റെഗുലർ ആയിട്ട് എടുക്കാൻ പറഞ്ഞു. പേഷ്യന്റ് വേറെ ഇൻഫെക്ഷനോ അങ്ങനെ ഒന്നുമില്ല, പക്ഷെ പെട്ടെന്ന് ഒരു ഡെഫ്നെസ് വന്നതാണ്, അപ്പോഴാണ് നമ്മളിത് കൊടുത്തത്. അതാണ് ഇയർ എക്സസൈസ് കൊടുക്കുക, എടുക്കാൻ വേണ്ടി പറയാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇയറിലൂടെ ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ ആ സമയത്ത് ഇയർ എക്സസൈസ് എടുക്കരുത്, അല്ലാത്ത സമയത്ത് എടുക്കുക. അത് ത്രൂ ഔട്ട് ലൈഫ് എടുക്കാൻ വേണ്ടി പറയാം. പിന്നെ എന്റെ പോയിന്റ്സ് ആണ് പറഞ്ഞത് നേരത്തെ പ്രിസ്ക്രിപ്ഷന്റെ. വേരിയോളിനം പറയുമ്പോൾ ഡെഫ്നെസ് മാത്രമേ ബോറിക്കിലും കൊടുത്തിട്ടുള്ളൂ വേരിയോളിനത്തിന്റെ പോയിന്റ്. പിന്നെ ആൽഫാൽഫയാണ് സ്റ്റഫി ഇയർ വിത്ത് ഡെഫ്നെസ്, ചെവി അടഞ്ഞിരിക്കണമെന്ന് പേഷ്യൻസ് ഒന്ന് പറയും. സ്റ്റഫി ഇയർ വിത്ത് ഡെഫ്നെസ്, അത് ആൽഫാൽഫയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെവി അടച്ചു ഒന്നും കേൾക്കുന്നില്ല പെട്ടെന്ന് വന്ന് നമുക്ക് ആൽഫാൽഫ മദർ ടിഞ്ചർ കൊടുക്കാം. പിന്നെ കാലിമ്യൂർ 6x ക്യൂർ എന്നാണ്.
പിന്നെ കോസ്റ്റിക്കും നാട്രം സൾഫും അറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെസ്പയർ ടു ഗെറ്റ് വെൽ, അതാണ് കോസ്റ്റിക്കത്തിന്റെയും നാട്രം സൾഫിന്റെയും പോയിന്റ്. ഭയങ്കര എങ്ങനെയെങ്കിലും ഒന്ന് ശരിയായാ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് പേഷ്യന്റ് പറയും, അതാണ് കോസ്റ്റിക്കും നാട്രം സൾഫും പറയും. അത്രയും അവർ ഡെസ്പയർ ആയിരിക്കും. ഡെസ്പയർ ടു ഗെറ്റ് വെൽ ആണ് കോസ്റ്റിക്കും നാട്രം സൾഫും. നെക്സ്റ്റ്, യെല്ലോ ഡിസ്ചാർജ് ഫ്രം ഇയർ, യുസ്റ്റേഷ്യൻ ഡെഫ്നെസ്. യെല്ലോ ഡിസ്ചാർജ് ഫ്രം ഇയർ, യുസ്റ്റേഷ്യൻ ഡെഫ്നെസ് ആണ്. അതിന് നമ്മൾ കൊടുക്കുക വേരിയോളിനം 200 മന്ത്ലി 1 ഡോസ്. ഡെഫ്നെസ്സും ആണ്, എന്നാൽ അതിന്റെ കൂടെ ഡിസ്ചാർജും ഉണ്ട്. അത് കൊടുക്കുക. ഓൺ അതർ ഡേയ്സ് പൈറജൻ 30 പ്ലസ് ആഫ്റ്റർ 10 മിനിറ്റ്സ് കാലിസൾഫ് 6x, ബോത്ത് 2 hourly അല്ലെങ്കിൽ 4 times daily, എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ആഡ് 20 drops of hydrastis mother tincture to 1 liter of water, shake well and take sip by sip from morning to night. നമ്മൾ ഇത് പറയുന്നത് പേഷ്യന്റ് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പൊ വർക്ക് ചെയ്യുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇടയ്ക്ക് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയും ആ കൊണ്ടുപോകുന്ന വെള്ളത്തിൽ ഒരു 20 drops രാവിലെ തന്നെ ഹൈഡ്രാസ്റ്റിസ് മദർ ടിഞ്ചർ ഡ്രോപ്പ് ചെയ്യാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഷെയ്ക്ക് ചെയ്യുക, ഒരു സിപ്പ്, ഷെയ്ക്ക് ചെയ്യുക, ഒരു സിപ്പ്. അത് രാവിലെ തൊട്ട് രാത്രി ആകുമ്പോഴേക്കും ആ വെള്ളം തീർത്താൽ മതി. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറയും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ 10 drops മോർണിംഗ് ആൻഡ് 10 drops നൈറ്റ്, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അത് ഓരോരുത്തരുടെ സൗകര്യമാണ്. നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെ കൊടുക്കണം. അപ്പൊ പേഷ്യന്റിന് ഒരു എഫേർട്ടായിട്ട് തോന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കൊടുക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ അതിൽ വേരിയോളത്തിന്റെ പോയിന്റ് പറഞ്ഞു, ഡെഫ്നെസ് ആണ്. പിന്നെ പൈറജനും നമ്മൾ നേരത്തെ പറഞ്ഞു സെപ്റ്റിക് സ്റ്റേറ്റ്സ് ആണ് വിത്ത് ഇന്റൻസ് പെയിൻ ആൻഡ് റെസ്റ്റ്ലെസ്നെസ്. അതാണ് പൈറജന്റെ സെപ്റ്റിക് സ്റ്റേറ്റ്. നമ്മൾ യെല്ലോ ഡിസ്ചാർജ് എന്ന് പറയുമ്പോഴേ അത് സെപ്റ്റിക് ആണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ ഹൈഡ്രാസ്റ്റിസും കാലിസൾഫും രണ്ടും ഡിസ്ചാർജിനാണ്. യെല്ലോ ഡിസ്ചാർജ് ഫ്രം ഇയറിനാണ് കാലിസൾഫും ഉള്ളത്, ഹൈഡ്രാസ്റ്റിസും ഉള്ളത്. പിന്നെ കാലിസൾഫിന്റെ പോയിന്റ് ആണ് യുസ്റ്റേഷ്യൻ ഡെഫ്നെസ്സും കൂടെ. അപ്പൊ അതാണ് യെല്ലോ ഡിസ്ചാർജ് ഫ്രം ഇയേഴ്സ് ആൻഡ് യുസ്റ്റേഷ്യൻ ഡെഫ്നെസ് ആണ് ഈ പോയിന്റ്, ഈ പ്രിസ്ക്രിപ്ഷൻ. നെക്സ്റ്റ്, ഫോർ പെർസിസ്റ്റന്റ് ഡെഫ്നെസ് വിത്ത് റെക്കറിംഗ് ഇയർ ഏക്ക്. ഡെഫ്നെസ് ആണ്, അതിന്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ചെവിവേദനയും വരാം. അതിനുള്ളതാണ് വേരിയോളിനം 200 മന്ത്ലി വൺസ് പ്ലസ് ഓൺ അതർ ഡേയ്സ് ഗിവ് guaiacum mother tincture 10 drops plus after 10 minutes chamomilla 30, both 4 times daily. guaicത്തിന്റെ പോയിന്റ് ആണ് persistent deafness with recurring earache, it is the best remedy. persistent deafness with recurring earache, it is the best remedy. പിന്നെ കെമോമില്ല നമ്മൾ നേരത്തെ പറഞ്ഞു, കട്ടിങ്, സ്റ്റിച്ചിങ്, ഷൂട്ടിങ്, എന്ത് പെയിൻ വേണമെങ്കിൽ കെമോമില്ല കൊടുക്കാം. പിന്നെ വേരിയോളിനം ഡെഫ്നെസ്സിന് മാത്രമാണ്. അപ്പൊ guaiacum ഇതാണ് persistent deafness with recurring earache. Next, stuffy ears with deafness and psychiatric thickening in ears. ചെവി അടഞ്ഞിരിക്കുകയാണ്, ചെവി കേൾക്കുന്നുമില്ല, എന്നാൽ ചെവിന്റെ ഉള്ളിൽ തിക്കനിങ്ങും ഉണ്ട്. അപ്പൊ നമ്മൾ കൊടുക്കുന്നതാണ് വേരിയോളിനം 200 മന്ത്ലി വൺസ് പ്ലസ് ഓൺ അതർ ഡേയ്സ് ഗ്ലിസറിസ ഗ്ലാബ്ര മദർ ടിഞ്ചർ 20 drops plus after 10 minutes thiocinaminum 3x, both 4 times daily. ഗ്ലിസറിസിന്റെ പോയിന്റ് ഇതാണ്, ഇറ്റ് വിൽ ക്ലിയർ സ്റ്റഫി ഇയേഴ്സ് ആൻഡ് ഈവൻ ഡെഫ്നെസ്. സ്റ്റഫി ഇയേഴ്സിനും ഡെഫ്നെസ്സിനും നല്ലതാണ്. ഇനി ഗ്ലിസറിസ എന്ന് പറയുന്നത് നമ്മൾ ഇരട്ടി മധുരം നമ്മൾ ചുമക്കൊക്കെ കൊടുക്കുന്നതാണ്. കഫ് അറ്റ് നൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഗ്ലിസറിസയ്ക്ക് ഭയങ്കര ആക്ഷനാണ്. അതേപോലെ തന്നെ ഇനിയിപ്പോ ഗ്ലിസറിസ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ പകരം വേണമെങ്കിൽ ആൽഫാൽഫയും കൊടുക്കാം, അതും നല്ലതാണ്. ആൽഫാൽഫയും ഇതേപോലെ സ്റ്റഫി ഇയർ വിത്ത് ഡെഫ്നെസ് ആണ്. നമുക്ക് നോക്കാം, ഇപ്പൊ പേഷ്യന്റിന് ഇപ്പൊ ഇതിന്റെ കൂടെ ചുമയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലത് ഗ്ലിസറിസി ആയിരിക്കും. ഇനി ഇത് അതൊന്നും അല്ല, പേഷ്യന്റിന് കുറച്ചും കൂടെ എന്താ പറയാ ഒരു ഡിപ്രഷൻ ലൈക്ക് സ്റ്റേജ് ആണ്, അപ്പൊ കുറച്ചും കൂടെ മൈൻഡ് ക്ലിയർ ആവണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റൊമാറ്റിക് ഡയറ്റിസിസ് ഉണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ലത് ആൽഫാൽഫി ആയിരിക്കും. ഒരു ഹെഡ് ഏക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആൽഫാൽഫ കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഗ്ലിസറിസ തന്നെ കൊടുക്കാം. പിന്നെ തയോസിനാമിനം 3x 30 കൊടുക്കാം. അതിന്റെ പോയിന്റ് ആണ് കെറ്റാറൽ ഡെഫ്നെസ് വിത്ത് സിക്കാട്രിക്കൽ തിക്കനിങ് ഇൻ ഇയേഴ്സ്, വെർട്ടിഗോ ആൻഡ് നോയ്സസ് ഇൻ ഇയർ, തിക്കൻഡ് ഇയർ ഡ്രം, ഡെഫ്നെസ് ഡ്യൂ ടു ഫൈബ്രസ് ചേഞ്ച് ഇൻ നെർവ്. ഇതാണ് തയോസിനാമിനത്തിന്റെ പോയിന്റ്. തയോസിനാമിനെ അറിയാം, നമുക്ക് ഇയറിൽ മാത്രമല്ല എവിടെയാണെങ്കിലും നമുക്ക് തിക്കനിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് തയോസിനാമിനം കൊടുക്കാം. അപ്പൊ അതാണ് ഇവിടെയും സ്റ്റഫി ഇയേഴ്സ് വിത്ത് ഡെഫ്നെസ് ആൻഡ് സിക്കാട്രിക്കൽ തിക്കനിങ്, ഗ്ലിസറിസിയും തയോസിനാമിനും ആണ് പറഞ്ഞത്. നെക്സ്റ്റ്, ഡെഫ്നെസ് വിത്ത് ടിനിറ്റസ്, മിനിയസ് ഡിസീസ്. ഡെഫ്നെസ് ഉണ്ട്, അതിന്റെ കൂടെ അതേപോലെ തന്നെ ടിനിറ്റസും മിനിയസ് ഡിസീസും ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് വേരിയോളിനം 200 മന്ത്ലി വൺസ് പ്ലസ് ഓൺ അതർ ഡേയ്സ് കോസ്റ്റിക്കം 30 പ്ലസ് ആഫ്റ്റർ 10 minutes നാട്രം സാലിസിലിക്കം 30, ബോത്ത് 4 times daily. ഇതാണ് കൊടുക്കുക.
കോസ്റ്റിക്കത്തിന്റെ പോയിന്റ് ആണ് വേർഡ്സ് ആൻഡ് സ്റ്റെപ്സ് റീ എക്കോ ഇൻ ഇയർ ആൻഡ് ഓൾസോ ഇൻ ഹെഡ്. ഇൻ ഇയേഴ്സിൽ ഇതേ വേർഡ്സും സ്റ്റെപ്സും ഹെഡിലാണ് റീ എക്കോ ചെയ്യുന്നത്. കോളോസ് എന്താണ്? പിന്നെ ഡെസ്പയർ ടു ഗെറ്റ് വെൽ. അതാണ് കോസ്റ്റിക്കത്തിന്റെ പോയിന്റ്. നാട്രം സാലിസിലിക്കം പറയുന്നത് മിനിയേഴ്സ് ഡിസീസ്, ടിനിറ്റസ് ഓഫ് എ ലോ ടോൺ, ഡെഫ്നെസ്, ഓഡിറ്ററി വെർട്ടിഗോ, ലോസ് ഓഫ് ബോൺ കണ്ടക്ഷൻ. അതാണ് നാട്രം സാലിസിലിക്കും കോസ്റ്റിക്കും. നാട്രം സാലിസിലിക്കം പറയുമ്പോൾ മിനിയേഴ്സ് ഡിസീസിനും ടിനിറ്റസിനും ഒരു സ്പെസിഫിക് ആണ്, അതെടുത്തു. പിന്നെ കോസ്റ്റിക്കത്തിന്റെ പോയിന്റും പറഞ്ഞു. നെക്സ്റ്റ് ഡെഫ്നെസ് വിത്ത് വേർട്ടേഗോ. ഡെഫ്നെസ്സും ഉണ്ട്, അതിന്റെ കൂടെ തലകറക്കവും ഉണ്ട്. അതിന്റെ മെഡിസിൻ ആണ് മെഡോറിനം 200 മന്ത്ലി വൺസ് പ്ലസ് ഓൺ അതർ ഡേയ്സ് ഗിവ് സാലിസിലിക് ആസിഡ് 6E or 30 plus after 10 minutes 5 tabs of natrum 466 both 4 times daily. മെഡോറിനം, സാലിസിലിക് ആസിഡ്, നാട്രം ഫോസ് മൂന്നിന്റെയും പോയിന്റ് ആണ് ഡെഫ്നെസ് വിത്ത് വേർട്ടേഗോ. ഡെഫ്നെസ് വിത്ത് വേർട്ടേഗോ കൊണ്ട് സ്പെസിഫിക് ആയിട്ട് പറയുന്നത് സാലിസിലിക് ആസിഡ്, മെഡോറിനും നാട്രം ഫോസും ആണ്. പിന്നെ സാലിസിലിക് ആസിഡ് എല്ലാവർക്കും അറിയാം, കുറച്ചും കൂടെ നല്ലതാണ് ടിനിറ്റസിനൊക്കെ, വേർട്ടേഗോയ്ക്കും നല്ലതാണ് സാലിസിലിക് ആസിഡ്. ബെസ്റ്റ് ഫോർ സിമ്പിൾ ഡെഫ്നെസ് വിത്ത് ടിനിറ്റസ്, ഡെഫ്നെസ് വിത്ത് വേർട്ടേഗോ. സാലിസിലിക് ആസിഡ്, മെഡോറിനും നാട്രം ഫോസും ആണ് ഡെഫ്നെസ് വിത്ത് വേർട്ടേഗോയ്ക്ക് കൊടുക്കുന്ന മെഡിസിൻസ്. പിന്നെ ഡെഫ്നെസ് ആൻഡ് ഇയർ പ്രോബ്ലംസ് ഡ്യൂ ടു കൺകഷൻ ടു ബ്രെയിൻ ഓർ ഇയേഴ്സ്. ചെവിയിലോ തലയിലോ എന്തെങ്കിലും മുറിവേറ്റ് മീൻസ് ഒന്ന് വീഴേ ഇല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ടൈറ്റ് ആയിട്ട് നടുക്കി അതൊക്കെ ചെയ്തതിനു ശേഷം ഇയർ പ്രോബ്ലംസോ ഡെഫ്നെസ്സോ വരികയാണെങ്കിൽ അപ്പൊ കൊടുക്കേണ്ടതാണ് ഇത് മില്ലിഫോളിയം 30 ഇൻ ദ ഏർലി മോർണിംഗ് ആൻഡ് അറ്റ് നൈറ്റ്. പിന്നെ കൊടുക്കേണ്ടത് ചിന്നം സൾഫാണ്. ചിന്നം സൾഫും നാട്രം സൾഫും ബോത്ത് 4 times ഡെയിലി. മില്ലിഫോളിയം എന്ന് പറയുന്നത് നമ്മൾ മെയിൻലി എന്താ വെച്ചാൽ എന്തെങ്കിലും ബ്ലീഡിങ്ങോ ഹെമറേജ് ബ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിർത്താൻ വേണ്ടിയാണ് മില്ലിഫോളിയം കൊടുക്കുന്നത്. ഏർലി മോർണിംഗും നൈറ്റും കൊടുക്കാൻ വേണ്ടി പറയുന്നത്. പിന്നെ ചിന്നം സൾഫും നാട്രം സൾഫും ബോത്ത് 4 times ഡെയിലി കൊടുക്കാം. When the patient become completely all right, stop all other medicines and give Calimure 6X 2 tabs 4 times daily. അത് നല്ലോണം മാറിയതിനു ശേഷം, ഈ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുത്ത് നല്ലോണം മാറിയതിനു ശേഷം കാലിമ്യൂർ 6X കുറച്ചും കൂടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, അതാണ് പറയുന്നത്. പിന്നെ if the deafness happened after മെനിഞ്ചൈറ്റിസിന് ശേഷമാണ് വന്നതെങ്കിൽ then മെനിഞ്ചോകോക്സിനം 30 കൂടെ ഈ പ്രിസ്ക്രിപ്ഷന്റെ കൂടെ കൊടുക്കുക. നെക്സ്റ്റ് ചിന്നം സൾഫിന്റെയും നാട്രം സൾഫിന്റെയും പോയിന്റ് ആണ് ഡെഫ്നെസ് ഡ്യൂ ടു കൺകഷൻ ഓഫ് ബ്രെയിൻ. ബ്രെയിനിൽ എന്തെങ്കിലും മുറിവോ ചതവോ പറ്റിയതിനു ശേഷം വരുന്ന ഡെഫ്നെസ്സിനാണ് ചിന്നം സൾഫും നാട്രം സൾഫും പറയുന്നത്. പിന്നെ എന്തായാലും പേഷ്യന്റ് ഡെസ്പയർ ആയിരിക്കും, അപ്പൊ നാട്രം സൾഫ് പറയുമ്പോൾ ഡെസ്പയർ ടു ഗെറ്റ് വെൽ, അതിനും നാട്രം സൾഫ് നല്ലതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റഫി ഇയേഴ്സ് വിത്ത് കൺഫ്യൂസ്ഡ് ഹിയറിംഗ്. അത് കാർബോ അനിമാലിസ് ആണ് മെഡിസിൻ. ചെവി അടഞ്ഞിരിക്കും, അതേപോലെ കൺഫ്യൂസ്ഡ് ഹിയറിംഗ് ആയിരിക്കും, നമുക്ക് സൗണ്ട് ഡയറക്ഷൻ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെയും പേഷ്യൻസ് പറയും എവിടെന്നാ സൗണ്ട് വരുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്ന്. അത് കാർബോ അനിമാലിസ് 30 ആണ് മെഡിസിൻ. നെക്സ്റ്റ് സ്റ്റഫി ഇയേഴ്സ് ലിസൺസ് അറ്റന്റീവ്ലി ടു കോൺവെർസേഷൻ ആൻഡ് അറ്റ് ദ എൻഡ് നോസ് നത്തിങ് അബൌട്ട് ഇറ്റ്. അത് പ്ലാറ്റിനിയാണ്. ചെവി അടഞ്ഞിരിക്കും, പേഷ്യന്റ് എല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, പക്ഷെ ലാസ്റ്റ് ചോദിക്കുമ്പോൾ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല, ഒന്നും പേഷ്യന്റ് മനസ്സിലായിട്ടുണ്ടാവില്ല. അത് പ്ലാറ്റിനിയാണ് മെഡിസിൻ. പിന്നെ ഇയർ ഫീൽസ് ആസ് ഇഫ് പ്ലഗ്ഡ് അപ്പ് ആൻഡ് ഹിയറിംഗ് ഇസ് ലെസ്. ചെവിയിൽ എന്തോ ഇങ്ങനെ അടച്ചിരിക്കുന്ന പോലെ തോന്നും, കെട്ടിയിരിക്കുന്ന പോലെ തോന്നും, ചെവിയും കേൾക്കില്ല. അത് അസാരം യൂറോപ്പിയം ആണ് മെഡിസിൻ. അസാരം യൂറോപ്പിയം. ഇയേഴ്സ് ഫീൽസ് ആസ് ഇഫ് പ്ലഗ്ഡ് അപ്പ് ആൻഡ് ഹിയറിംഗ് ഇസ് ലെസ്. നെക്സ്റ്റ് സ്റ്റഫി ഇയേഴ്സ് ലാക്ക് വാക്സിനം 6E അല്ലെങ്കിൽ 30. പിന്നെ സ്റ്റഫി ഇയേഴ്സ് യൂസ്റ്റേഷ്യൻ ട്യൂബ് ഫീൽസ് പ്ലഗ്ഡ്, ഹമ്മിങ് ആൻഡ് റോറിംഗ് ഇൻ ഇയേഴ്സ്. അത് അലുമിനിയാണ് മെഡിസിൻ. സ്റ്റഫി ഇയേഴ്സ് യൂസ്റ്റേഷ്യൻ ട്യൂബ് പ്ലഗ്ഡ് ആയിട്ട് തോന്നും വിത്ത് ഹമ്മിങ് ആൻഡ് റോറിംഗ് ഇൻ ഇയേഴ്സ്. അത് അലുമിന. നെക്സ്റ്റ് ബ്ലീഡിംഗ് ഫ്രം ഇയേഴ്സ് വിത്ത് ഡിറ്റോണേറ്റിംഗ് സൗണ്ട്സ്. അത് സിക്യൂട്ട വെറോസയാണ് മെഡിസിൻ. ചെവിയിൽ ശബ്ദങ്ങളും ഒരുപാട് ഉറക്കെയുള്ള ശബ്ദങ്ങളും ഉണ്ട്, അതിന്റെ കൂടെ ചെവിന്ന് ബ്ലീഡിങ്ങും വരുന്നുണ്ട്, ബ്ലഡും വരുന്നുണ്ട്. അത് സിക്യൂട്ട വെറോസയാണ് മെഡിസിൻ. സിക്യൂട്ട വെറോസ 6X അല്ലെങ്കിൽ 30. ബ്ലീഡിംഗ് ഫ്രം ഇയേഴ്സ് വിത്ത് ഡിറ്റോണേറ്റിംഗ് സൗണ്ട്സ്. നെക്സ്റ്റ് ടിനിറ്റസ്, ഒട്ടാൽജിയ, ബസ്സിംഗ് ഇൻ ഇയേഴ്സ്. അത് ആന്റിപൈരൻ ആണ് മെഡിസിൻ. ടിനിറ്റസ്, ഒട്ടാൽജിയ, ബസ്സിംഗ് ഇൻ ഇയേഴ്സ്. ആന്റിപൈരൻ 6E അല്ലെങ്കിൽ 30. പിന്നെ റോറിംഗ്, ചെവിന്ന് ഭയങ്കര ഒരു അലർച്ച കേൾക്കുക, അതാണ് ചിന്നം സൾഫർ. ഗ്രഫൈറ്റിസ്, നമ്മള് ഗ്രഫൈറ്റ്സ് അങ്ങനെ അധികം കൊടുക്കാറില്ല, പക്ഷെ എന്നാലും നല്ലതാണ്. പിന്നെ ലൈക്കോപോഡിയം,
പൾസാറ്റില, സാലിസിലിക് ആസിഡ്, സൈലീഷ്യ, കാർബോണിയം ഓക്സിജനിസേറ്റ്. 3x30 അതാണ് നല്ലത്, കാർബോണിയം ഓക്സിജനിസേറ്റ്. അത് എഴുതിയപ്പോൾ മാറിപ്പോയതാണ്. 3x30 ആണ്. റോറിങ്, ഒരു അലർച്ച ചെവിയിൽ. അത് ചിന്നം സൾഫർ, ഗ്രഫൈറ്റസ്, ലൈക്കോപോഡിയം, പൾസാറ്റില, സാലിസിലിക് ആസിഡ്, സൈലീഷ്യ, കാർബോണിയം ഓക്സിജനിസേറ്റ്. നമ്മൾ ഇതിൽ കൂടുതലും കൊടുക്കുക, അങ്ങനെ വല്ലതും പറയുമ്പോൾ ചിന്നം സൾഫർ കൊടുക്കാറുണ്ട്, സാലിസിലിക് ആസിഡും നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ബാക്കി അതിന്റെ കൂടെയുള്ള മെഡിസിൻസ് ആണ് റെഫറൻസിന്. വേറെ സിംറ്റംസ് ഇതുമായിട്ട് മാച്ച് ആവണമെങ്കിൽ നമുക്കിത് കൊടുക്കാം. പിന്നെ റോറിങ് റിലീവ്ഡ് ബൈ മ്യൂസിക്, ബെറ്റർ ബൈ മ്യൂസിക്. പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കേൾക്കുമ്പോൾ അത് ബെറ്റർ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ അത് ഇഗ്നേഷ്യാണ് മെഡിസിൻ. കോൺട്രാഡിക്ടറി ആണ്. നെക്സ്റ്റ് വിസ്ലിംഗ് ഇൻ ഇയേഴ്സ്. വിസ്ലിംഗ് ഇൻ ഇയേഴ്സ് എന്ന് പറയുന്നത് വിൻകാ മൈനർ. ചെവിയിൽ ആരോ ചൂളോടിക്കുന്ന പോലെ തോന്നുക, വിസിൽ ചെയ്യുന്ന പോലെ തോന്നുക, അത് വിൻകാ മൈനർ ആണ് മെഡിസിൻ. വിസ്ലിംഗ് ഇൻ ഇയേഴ്സ്. നെക്സ്റ്റ് വിസിങ് ഇൻ ഇയേഴ്സ്, ഇങ്ങനെ ഒരു കാറ്റ് പോണ പോലെ കൊണ്ട് പോവാം. അതാണ് നമ്മൾ ഈ ചെവിയിൽ ഊതുമ്പോ എങ്ങനെയുണ്ടാവും അതുപോലെ. വിസിങ് ഇൻ ഇയേഴ്സ് എന്ന് പറയുന്നത് ബെറേറ്റ മ്യൂർ 3x30, ഹെപ്പാർസൽഫ് 30, ബെലഡോണ 3x30, റോഡോഡെൻഡ്രോൺ 30, സൾഫർ 1m 0/3. അതാണ് വിസിങ് ഇൻ ഇയേഴ്സിനും ഉള്ള മെഡിസിൻ. നെക്സ്റ്റ് സെൻസേഷൻ ഓഫ് സൗണ്ട് ഓഫ് വിൻഡ്, കാറ്റ് പോകുന്ന പോലെ ഒരു സൗണ്ട് കേൾക്കുക, അത് പൾസാറ്റില 30 ആണ് മെഡിസിൻ. പിന്നെ സെൻസേഷൻ ഓഫ് നോയ്സസ് ആസ് ഫ്രം എ സ്റ്റോം, ഒരു കൊടുങ്കാറ്റ് വരുന്ന പോലെ ശബ്ദങ്ങൾ കേൾക്കുക ചെവിന്ന്, അത് ലെഡം 30 ആണ്. പിന്നെ ലൗഡ് നോയ്സസ്, ഒരുപാട് ഒച്ചയുള്ള ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ വളരെ പെയിൻഫുൾ ആയിട്ട് തോന്നുക ചെവി, അത് പ്ലാന്റാഗോ മേജർ ടിഞ്ചർ 30 ആണ് മെഡിസിൻ. ലൗഡ് നോയ്സസ് വെരി പെയിൻഫുൾ, പ്ലാന്റാഗോ മേജർ ടിഞ്ചർ 30. പിന്നെ റഷിങ് സൗണ്ട്സ് ഇൻ ഇയർ, ഇങ്ങനെ എന്തോ സൗണ്ട് ഇങ്ങനെ കുത്തി കയറുന്ന പോലെ തോന്നും, തള്ളിക്കയറുന്ന പോലെ തോന്നുക, അത് ഫെറംഫോസും ജെൽസീമിയം പൾസാറ്റില. ഇതാണ് മെഡിസിൻ, ഫെറംഫോസ്, ജെൽസീമിയം പൾസാറ്റില. നെക്സ്റ്റ് ചെവിയിൽ നുരയ്ക്കുന്നത് പോലെ, സോപ്പ് പതയുന്നത് പോലെ തോന്നുക, കടുക് താളിക്കുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ, അത് മെയിൻ ആയിട്ട് ഇതാണ് കനാബിസ് ഇൻഡിക്കയിൽ. ഫോമിംഗ് സൗണ്ട്സ് ഇൻ ഇയേഴ്സ് ലൈക്ക് ബോയിലിംഗ് വാട്ടർ ഇൻ ഇയേഴ്സ് ഓർ ഫെർമെന്റേഷൻ ലൈക്ക് സൗണ്ട്സ് ലൈക്ക് ഫോമിംഗ് ഓഫ് സോപ്പ്. ഇത് ബോറിക്കിൽ തന്നെ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ആണ്. നമ്മൾ അതിനൊന്ന് മലയാളീകരിച്ച് എഴുതിയേ ഉള്ളൂ. ഇങ്ങനെ കടുക് താളിക്കുന്നത് പോലെ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതി. അതെന്താ വെച്ചാൽ ഈ ചെവിയിലും ഇങ്ങനെ പൊട്ടുന്ന പോലെ കേൾക്കും, ഒരു ബബിൾ പൊട്ടുന്ന പോലെയോ അല്ലെങ്കിൽ സോപ്പ് ബബിളോ അങ്ങനെ എന്തെങ്കിലും പൊട്ടുന്ന പോലെ, അതാണ് കടുക് താളിച്ച് കടുക് പൊട്ടുന്ന പോലത്തെ ശബ്ദങ്ങളൊക്കെ ചെവിയിൽ നിന്ന് ചിലപ്പോൾ കേൾക്കാൻ വേണ്ടി പറ്റും. അപ്പൊ കനാബിസ് ഇൻഡിക്ക, മദർ ടിഞ്ചറോ 30. അത് രാംസാറിന് തന്നെ ഒരിക്കൽ ഇതേപോലെ ചെവിയിൽ ഇങ്ങനെ ചെറിയൊരു പൊട്ടുന്ന പോലെ ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും, സൗണ്ട് കേൾക്കും ചെവിന്റെ ഉള്ളിൽ നിന്ന്. അപ്പൊ സാറ് കഴിച്ചത് കനാബിസ് ഇൻഡിക്ക 30 ആയിരുന്നു കഴിച്ചത്. എന്നിട്ട് അത് മാറുകയും ചെയ്തിട്ടുണ്ട്, കനാബിസ് ഇൻഡിക്ക കഴിച്ചത്. നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ സിംറ്റം കിട്ടാറില്ല, പക്ഷെ കിട്ടുമ്പോൾ ഒന്ന് ഓർത്ത് വെക്കാം. ഒരു സോപ്പ് ബബിൾ പൊട്ടുന്ന പോലെ ഉണ്ടാവും ചെവിന്റെ ഉള്ളിൽ നിന്ന്, അതാണ്. ഫോമിംഗ് സൗണ്ട്സ് ഇൻ ഇയർ ലൈക്ക് ബോയിലിംഗ് വാട്ടർ, വെള്ളം തിളയ്ക്കുമ്പോൾ ശബ്ദമോ അല്ലെങ്കിൽ ഫെർമെന്റേഷൻ ലൈക്ക് സൗണ്ട്സ് ലൈക്ക് ഫോമിംഗ് ഓഫ് സോപ്പ്, അതാണ് കനാബിസ് ഇൻഡിക്ക ടിഞ്ചർ 30 ആണ് സാറ് കഴിച്ചത്. എന്നിട്ട് അത് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മലയാളത്തിൽ എഴുതിയിരുന്നത്. സോപ്പ് പതയുന്നത് പോലെ തോന്നുക അല്ലെങ്കിൽ കടുക് താളിക്കുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എഴുതിയതാണ്. നെക്സ്റ്റ് ക്രാക്ലിംഗ് സൗണ്ട്സ് ഇൻ ഇയർ, അതാണ് കടുക് പൊട്ടുന്നത് പോലെ തോന്നുക. ഫെറം പിക്രിക്കം, എന്തോ ഇങ്ങനെ പൊട്ടുന്നത് പോലെ ചെവിയിൽ തോന്നുക, അതാണ് ക്രാക്ലിംഗ് സൗണ്ട്സ് എന്ന് പറയുന്നത്. അത് ഫെറം പിക്രിക്കോ ആണ് മെഡിസിൻ. നെക്സ്റ്റ് സെൻസേഷൻ ഓഫ് റഷിംഗ് ആസ് ഫ്രം എ സ്ട്രോങ് വിൻഡ് ഓർ ഫ്രം വിങ്സ് ഓഫ് ബേർഡ്, അത് മോസ്കസ് ആണ്. ഒരു ശക്തിയായിട്ടുള്ള ഒരു കാറ്റ് വരുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു വലിയൊരു പക്ഷി ചിറകടിക്കുമ്പോൾ ഒരു സൗണ്ട് വരുമല്ലോ, അതുപോലത്തെ സൗണ്ട് ഒക്കെ ചെവിയിൽ കേൾക്കുകയാണെങ്കിൽ അത് മോസ്കസ് ആണ് മെഡിസിൻ. മോസ്കസ് 30. നെക്സ്റ്റ് വേർട്ടേഗോ വിത്ത് ബസ്സിങ് ഇൻ ദി ഇയേഴ്സ്, തലകറക്കവും ഉണ്ട് അതേപോലെ ചെവിന്റെ ഉള്ളിൽ ശബ്ദവും ഉണ്ട്. ശബ്ദം ഇങ്ങനെ കേട്ടോണ്ട് ഈ ഒരു മൂളിച്ച പോലെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ അത് അർജന്റം നൈട്രിക്കോ ആണ് മെഡിസിൻ. വേർട്ടേഗോ വിത്ത് ബസ്സിങ് ഇൻ ദി ഇയേഴ്സ് എന്ന് പറയുന്നത് അർജന്റം നൈട്രിക്കോ ആണ് മെഡിസിൻ. ഇതിന്റെ കൂടെ തന്നെ അർജന്റം നൈട്രിക്കം നമ്മൾ പറഞ്ഞു, വേർട്ടേഗോ വിത്ത് ബസ്സിങ് ഇൻ ഇയേഴ്സ്. ഇതിന്റെ കൂടെ പേഷ്യന്റ് ഒരു ഇംബാലൻസ് സെൻസേഷൻ കൂടി ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയി. അതെന്തായാലും പിന്നെ നമ്മൾ നോക്കുമ്പോൾ ബാക്കി എല്ലാ സിംറ്റംസും സിംലിമോ ആയിട്ട് വന്നോളും. ആ ഒരു ഇംബാലൻസും കൂടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അർജന്റം നൈട്രിക്കം അത് സിംലിമുമായിട്ട് കൊടുക്കാം. അത് കൊടുത്താൽ എന്തായാലും മാറുകയും ചെയ്യും. നെക്സ്റ്റ്
whistling sounds in ears, cracking sounds in ear on blowing nose. മൂക്ക് ചീറ്റുമ്പോൾ ചെവിക്കകത്ത് എന്തോ പൊട്ടുന്നത് പോലെ ശബ്ദങ്ങൾ കേൾക്കുക. അതാണ് മാംഗാനം അസിറ്റിക്കം 30 എന്ന് പറയുന്നത്. വിസ്ലിംഗ് സൗണ്ട്സും ഉണ്ട്, അതേപോലെ ക്രാക്കിംഗ് സൗണ്ട്സ് ഓൺ ബ്ലോയിങ് നോസ്. മൂക്ക് ചീറ്റുമ്പോൾ ചെവിയിൽ എന്തോ പൊട്ടുന്നത് പോലെ കേൾക്കുക. മാംഗാനം അസിറ്റിക്കം ആണ് മെഡിസിൻ. മാംഗാനം അസിറ്റിക്കം 30. നെക്സ്റ്റ്, sensation as if wind were coming from ear or hot air, painful ear bones. Cantharus ethusa causticum. ഇതാണ് മെഡിസിൻ. കാന്താരിസ് എത്തൂസ കോസ്റ്റിക്കം. പിന്നെ ക്യാപ്സിക്കത്തിന് മാത്രം ഇതിന്റെ കൂടെയുള്ള പോയിന്റ് ആണ് പെയിൻഫുൾ ഇയർ ബോൺസ്. ഇയർ ബോൺസിൽ പെയിൻ ഉണ്ടെങ്കിൽ ക്യാപ്സിക്കും കൂടെ നല്ലതാണ്. പക്ഷെ ഏറ്റവും എല്ലാം ഇൻഡിക്കേറ്റർ ആയിട്ട് വരുന്നത് കാന്താരിസും എത്തൂസയും കോസ്റ്റിക്കും ആണ്. സെൻസേഷൻ ആസ് ഇഫ് വിൻഡ് വർ കമ്മിങ് ഫ്രം ഇയർ ഓർ ഹോട്ട് എയർ. ചെവിന്റെ ഉള്ളിൽ നിന്ന് ഒരു കാറ്റോ അല്ലെങ്കിൽ ഒരു ഹോട്ട് എയറോ വരുന്നത് പോലെ തോന്നുക. അതാണ് കാന്താരിസും എത്തൂസയും കോസ്റ്റിക്കും. സെൻസേഷൻ ഇൻ ഇയേഴ്സ് ആസ് ഫ്രം ദ റിപ്പോർട്ട് ഓഫ് എ കാനോൺ. പീരങ്കി പൊട്ടുന്നത് പോലെ തോന്നുക, അങ്ങനത്തെ സൗണ്ട് കേൾക്കുക. അതാണ് മോസ്കസ് എന്ന് പറയുന്നത്. സൗണ്ട്സ് ഇൻ ഇയർ ആസ് ഫ്രം ദ റിപ്പോർട്ട് ഓഫ് എ കാനോൺ. അതാണ് മോസ്കസ് 6E അല്ലെങ്കിൽ 30 എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സീംസ് ടു ഹിയർ ദ സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ഓൾ ഓവർ ദ ബോഡി. അതായത് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് കേൾക്കുക, നമുക്ക് തന്നെ കേൾക്കുന്ന പോലെ തോന്നുക. അത് മോർഫിനോ ആണ് മെഡിസിൻ. നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ, ബോഡിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് തന്നെ കേൾക്കുന്ന പോലെ തോന്നുക. അത് മോർഫിനോ ആണ് മെഡിസിൻ. സീംസ് ടു ഹിയർ ദ സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ഓൾ ഓവർ ദ ബോഡി. സർക്കുലേഷൻ കേൾക്കുന്നത് മോർഫിനും 6E അല്ലെങ്കിൽ 30 ആണ്. നെക്സ്റ്റ്, വേർട്ടേഗോ ആൻഡ് നോയ്സസ് ഇൻ ദ ഇയർ. വേർട്ടേഗോ ഉണ്ട്, അതേപോലെ തന്നെ ചെവിയില് നോയ്സസും ഉണ്ട്. അത് പിക്രിക് ആസിഡ് 6E 30 കൂടെ ഇതേ സിംറ്റം ഉണ്ട്. വേർട്ടേഗോ ആൻഡ് നോയ്സസ് ഇൻ ദ ഇയർ, പിക്രിക് ആസിഡ് 6E അല്ലെങ്കിൽ 30. നെക്സ്റ്റ്, ഹമ്മിങ് ആൻഡ് റോറിങ് ഇൻ ഇയേഴ്സ്, ബേണിങ് ഇൻ ഇയേഴ്സ്. ചെവിയിൽ മൂളിച്ചയും ഒച്ചപ്പാടും ഒക്കെ ഉണ്ട്, അതിന്റെ കൂടെ തന്നെ ബേണിങ്ങും ആണ്. ചെവിയിലോ ഭയങ്കര എരിച്ചിലും ഇതൊക്കെ ആണെങ്കിൽ സാങ്കുനേറിയ ക്യാൻ. മദർ ടിഞ്ചറോ 30 എന്ത് വേണമെങ്കിലും കൊടുക്കാം. പൊട്ടൻസി 1M ആണെങ്കിലും കുഴപ്പമില്ല. അതിന്റെ സിംറ്റം ഇതാണ്, ചെവിയിൽ എരിച്ചിൽ, ബേണിങ്ങും ഉണ്ട്, അതേപോലെ ഹമ്മിങ് ആൻഡ് റോറിങ് ഇൻ ഇയേഴ്സ്. അതാണ് സാങ്കുനേറിയ ക്യാൻ, മദർ ടിഞ്ചർ അല്ലെങ്കിൽ 30. നെക്സ്റ്റ്, റിംഗിങ് ഇൻ ഇയേഴ്സ്. ലിത്തിയം മ്യൂർ 6E 30 ആണ് മെഡിസിൻ. റിംഗിങ് ഇൻ ഇയേഴ്സ്, ലിത്തിയം മ്യൂർ 6E 30. നെക്സ്റ്റ്, നോയ്സസ് ഇൻ ഇയർ. കൊക്ക മദർ ടിഞ്ചർ. ചെവിയിൽ എന്തെങ്കിലും ശബ്ദം കേൾക്കുക, കൊക്ക മദർ ടിഞ്ചറും നല്ലതാണ്. നെക്സ്റ്റ്, റിംഗിങ് ആൻഡ് ക്രാക്കിംഗ് ഇൻ ഇയേഴ്സ്. പെട്രോളിയം 6E അല്ലെങ്കിൽ 30 ആണ് നല്ലത്. റിംഗിങ് ആൻഡ് ക്രാക്കിംഗ് ഇൻ ഇയേഴ്സ്, പെട്രോളിയം 6E അല്ലെങ്കിൽ 30. നെക്സ്റ്റ്, ഇയർ ക്ലോസപ്പ് സഡൻലി, റോറിംഗ് ആൻഡ് റിംഗിങ് ഇൻ ഇയേഴ്സ്. പെട്ടെന്ന് ചെവി അടച്ചു പോവുക, അതിന്റെ കൂടെ തന്നെ റിംഗിങ് ആൻഡ് റോറിംഗ് ഇൻ ഇയേഴ്സ്, ചെവിയിൽ ശബ്ദവും കേൾക്കുക. അത് ടെനാസീറ്റം വൾഗാരെ മദർ ടിഞ്ചർ ആണ് നല്ലത്. മദർ ടിഞ്ചറോ 3Xോ 30 എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇയേഴ്സ് ക്ലോസ്ഡ് അപ്പ് സഡൻലി, റോറിംഗ് ആൻഡ് റിംഗിങ് ഇൻ ഇയേഴ്സ്, അത് ടെനാസീറ്റം വൾഗാരെ മദർ ടിഞ്ചർ 3X 30 എല്ലാം നല്ലതാണ്. നെക്സ്റ്റ്, റോറിംഗ് ഇൻ ഇയേഴ്സ് വിത്ത് ഡിഫിക്കൽട്ട് ഹിയറിംഗ്. ചെവിന്റെ ഉള്ളിൽ ശബ്ദവും ഉണ്ട്, അതേപോലെ ചെവി കേൾക്കാനും പ്രയാസമുണ്ട്. അത് ആസിഡ് ഫോർ 6E 30 ആണ് മെഡിസിൻ. റോറിംഗ് ഇൻ ഇയേഴ്സ് വിത്ത് ഡിഫിക്കൽട്ട് ഹിയറിംഗ്, ആസിഡ് ഫോർ 6E 30 ആണ് മെഡിസിൻ. നെക്സ്റ്റ്, വിസിങ് ഇൻ ഇയേഴ്സ് വിത്ത് ഇന്റേണൽ ഹീറ്റ് ആസ് ഫ്രം ബോയിലിംഗ് വാട്ടർ. ചെവിക്കകത്ത് നമുക്കിങ്ങനെ ശബ്ദം കേൾക്കും, ഉള്ളിൽ നിന്ന് ചൂടും ഉണ്ടാവും, ലൈക്ക് ബോയിലിംഗ് വാട്ടർ ഉള്ള പോലെ ആയിരിക്കും, അത്രയും ചൂടുണ്ടാവും. അത് മാഗ്നറ്റിസ് പോളസ് ആർട്ടിക്കസ് ആണ്. 6E 12X ട്രൈച്ചുറേഷൻ 35 എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ പൊട്ടൻസി ആണ്. നമുക്ക് ബോറിക്കിലും അങ്ങനെ 35 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ എഴുതിയത്. നമ്മൾ പിന്നെ സെന്റ് ജോർജിലൊക്കെയാണ് ഈ മെഡിസിൻസ് കിട്ടുക, കുറച്ച് റെയർ റെമഡീസും. അതിലും അവർ 35 എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അതേപോലെ തന്നെ എഴുതിയത്. മാഗ്നറ്റിസ് പോളസ് ആർട്ടിക്കസ്, വിസിങ് ഇൻ ഇയേഴ്സ് വിത്ത് ഇന്റേണൽ ഹീറ്റ് ആസ് ഫ്രം ബോയിലിംഗ് വാട്ടർ. നെക്സ്റ്റ്, സ്റ്റഫി ഇയേഴ്സ്, യൂസ്റ്റേഷ്യൻ ട്യൂബ് ഫീൽസ് പ്ലഗ്ഡ്, ഹമ്മിങ് ആൻഡ് റോറിംഗ് ഇൻ ഇയേഴ്സ്, അലുമിന 30. പിന്നെ ആസ് ഫ്രം എ പിസ്റ്റൾ ഷോട്ട് ഫ്രം എ കനോൺ, അതെ പീരങ്കി വെടിവെക്കുന്ന പോലെ. നമ്മൾ നേരത്തെ മോസ്കസും പറഞ്ഞു, അതിന്റെ കൂടെ തന്നെ സൈലീഷിയും കൂടി ഉണ്ട് മെഡിസിൻ. നെക്സ്റ്റ്, ഹമ്മിങ് ആൻഡ് ബസിങ് ഇൻ ഇയേഴ്സ് ആഫ്റ്റർ ഫാളിങ് അസ്ലീപ്.
ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ചെവിയിൽ മൂളിച്ചയും ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നത് കാലിഫോ 6X ആണ്. അതിന്റെ കൂടെ മാക്ഫോ 6Xും നല്ലതാണ്. കാലിഫോസും നല്ലതാണ്, മാക്ഫോസും നല്ലതാണ്. നെക്സ്റ്റ്, അൺയൂഷ്വലി ഇൻക്രീസ്ഡ് ഹിയറിംഗ്, ഹമ്മിങ് സൗണ്ട് ഇൻ ദ ഇയേഴ്സ്, അത് എറ്റിസ്റ്റ ഇൻഡിക്കയാണ് മെഡിസിൻ. അൺയൂഷ്വലി ഇൻക്രീസ്ഡ്, കേൾവി കുറച്ച് കൂടുതലായിട്ട് തോന്നുക, സാധാരണ കേൾക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് കേൾക്കാം. ഹമ്മിങ് സൗണ്ട് ഇൻ ദി ഇയേഴ്സ്, അത് എറ്റിസ്റ്റ ഇൻഡിക്കയാണ് മെഡിസിൻ. നെക്സ്റ്റ്, ഹിസ്സിങ് ആൻഡ് റിംഗിങ് ഇൻ ഇയേഴ്സ് വിത്ത് ഒട്ടാൽജിയ. ഹിസ്സിങ് ആൻഡ് റിംഗിങ് ഇൻ ഇയേഴ്സ് വിത്ത് ഒട്ടാൽജിയ, അത് ടുക്രിയം മദർ ടിഞ്ചർ 30 ആണ് മെഡിസിൻ. പിന്നെ സെൻസേഷൻ ആസ് ഇഫ് ഓപ്പൺ ടു മച്ച്, അത് ഇയർ ആണ് ഉദ്ദേശിക്കുന്നത്. ചെവി ഒരുപാട് തുറന്ന പോലെ, അതായത് നമുക്ക് ചെറുത് ഇപ്പൊ നമ്മൾ പൈപ്പ് തുറന്നു വിടുമ്പോൾ തന്നെ ഒരു വാട്ടർഫാളിന്റെ അടുത്ത് നിൽക്കുന്ന പോലെ അത്രയും ചെവിയിലൂടെ ശബ്ദം കേൾക്കുന്ന പോലെ തോന്നും, ഒരുപാട് ചെവി തുറന്ന പോലെ തോന്നും. അത് മെസീരിയം 30 ആണ് മെഡിസിൻ. ചെറിയ ശബ്ദങ്ങൾ പോലും വലുതായിട്ട് കേൾക്കുക, അതന്നെയാണ് നമ്മൾ എത്തിസ്റ്റ ഇൻഡിക്കയിലും അൺയൂഷ്വലി ഇൻക്രീസ്ഡ് ഹിയറിംഗ് എന്ന് പറഞ്ഞത്. ഇവിടെയും അതിന് സെൻസേഷൻ ആസ് എ ഫിയർ വാസ് ഓപ്പൺ ടു മച്ച്, ഒരുപാട് തുറന്ന പോലെ തോന്നുക, മെസീരിയോ ആണ് മെഡിസിൻ. പിന്നെ സെൻസേഷൻ ആസ് ഇഫ് എ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഇൻ ലെഫ്റ്റ് ഇയർ, ലെഫ്റ്റ് ഇയറിൽ ഒരു ഡ്രോപ്പ് വാട്ടർ ഉള്ള പോലെ നമുക്കൊരു സെൻസേഷൻ തോന്നും, എന്തോ വെള്ളം കെട്ടി നിൽക്കുന്ന പോലെ തോന്നുന്നതാണ്. അക്കോണൈറ്റ് നാപ്പലിസ് 3X 30 ആണ് മെഡിസിൻ. അക്കോണൈറ്റ് നാപ്പലിസ് 3X 30. പിന്നെ ടോർപ്പർ ഓഫ് ഓഡിറ്ററി നെർവ്, അതായത് ഓഡിറ്ററി നെർവിന് ലൈക്ക് എന്തോ ഡാമേജോ ഒരു പാരാലിസിസ് പോലെയോ, പാരാലിസിസ് അല്ല, ഒരു ഡാമേജ് വരിക, നമ്മൾ ഒപ്റ്റിക് നെർവ് ഡാമേജ് എന്നൊക്കെ പറയില്ലേ, അപ്പൊ അതേപോലെ ഓഡിറ്ററി നെർവിന് എന്തെങ്കിലും ഡാമേജ് വരുമ്പോൾ കൊടുക്കുന്നതാണ് ചിനോപോഡിയം ആന്തൽമെറ്റിക്കം 3X 30, രണ്ടും നല്ലതാണ്. ടോർപ്പർ ഓഫ് ഓഡിറ്ററി നെർവ് എന്ന് പറയുന്നത് ഉദ്ദേശം എന്താണ്, ഡാമേജ് ടു ഓഡിറ്ററി നെർവ്, ഓഡിറ്ററി നെർവിന്റെ ഫംഗ്ഷൻ കുറയുക, അപ്പൊ അതാണ് ചിനോപോഡിയം ആന്തൽമെറ്റിക്കം 3X 30 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. നെക്സ്റ്റ്, ഹിസ്സിങ്, അതായത് എന്ന ശബ്ദം ഉണ്ടാക്കുക. ചിനിനം സൾഫ് 30, ഗ്രഫൈറ്റിസ്, കനാബിസ് ഇൻഡിക്ക, ഡിജിറ്റാലിസ്, ടുക്രിയം, ഇതൊക്കെയാണ് മെഡിസിൻ. ഹിസ്സിങ് സൗണ്ട്സ് ഇൻ ഇയർ, അതാണ് ചിനിനം സൾഫ്, ഗ്രഫൈറ്റിസ്, കനാബിസ് ഇൻഡിക്ക, ഡിജിറ്റാലിസ്, ടുക്രിയം മാനം, ഇതൊക്കെയാണ് അതിന്റെ മെഡിസിൻ. നെക്സ്റ്റ്, ഹമ്മിങ് സൗണ്ട് ഇൻ ഇയർ. ഹമ്മിങ് സൗണ്ട് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലോ സൗണ്ട്, ഇങ്ങനെ ചെവിയിൽ കേട്ടോണ്ടേയിരിക്കാം, അതാണ് ഹമ്മിങ്, കണ്ടിന്യൂസ് ലോ സൗണ്ട് എന്ന് പറയുന്നത്. അത് കോസ്റ്റിക്കം, കാലിഫോസ്, ലൈക്കോപോഡിയം, ഇതാണ് മെഡിസിൻ. കോസ്റ്റിക്കം, കാലിഫോസ്, ലൈക്കോപോഡിയം ആണ് ഹമ്മിങ് സൗണ്ട്സ് ഇൻ ഇയർ എന്ന് പറയുന്നത്. പിന്നെ റീ എക്കോയിങ് ഓഫ് വോയിസ്, സൗണ്ട്സ് എക്സെട്ര, നമ്മൾ നേരത്തെ കോസ്റ്റിക്കം പറഞ്ഞപ്പോൾ പറഞ്ഞു ഓരോ വേർഡും സ്റ്റെപ്പും നമുക്ക് തന്നെ റീ എക്കോ ചെയ്ത് കേൾക്കാം, ഒന്നെങ്കിൽ ഇയറിലോ ഹെഡിലോ, അതാണ് പ്രതിധ്വനി എന്ന് പറയും, അതാണ് റീ എക്കോയിങ് ഓഫ് വോയിസോ സൗണ്ട്സോ. മെയിൻ മെഡിസിൻ വരുന്നത് കോസ്റ്റിക്കോ ആണ്. അതിന്റെ കൂടെ വരുന്നത് ബരേറ്റ മ്യൂർ 3X 30 കൊടുക്കാം, ബരേറ്റ കാർബ് 3X 30, പിന്നെ ബെലഡോണ 3X 30, ഇത് ഇത്രയും നല്ലതാണ്. റീ എക്കോയിങ് ഓഫ് വോയിസ് സൗണ്ട്സ്, കോസ്റ്റിക്കോ ഉണ്ട്, ബെറേറ്റ മ്യൂർ, ബെറേറ്റ കാർബ്, ബെലഡോണ, ഇത്രയാണ് മെഡിസിൻ. നെക്സ്റ്റ്, റിംഗിങ് എസ് ഓഫ് ബെൽസ് ഇൻ ഇയർ, മണി മുഴങ്ങുന്നത് പോലെ ചെവിയിൽ കേൾക്കുക. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് മെഡിസിൻ നാട്രം സൾഫാണ്. 6X 6C 12X 30 എന്ത് വേണമെങ്കിലും 1M എന്ത് വേണമെങ്കിലും കൊടുക്കാം. റിംഗിങ് എസ് ഓഫ് ബെൽസ്, മണി മുഴങ്ങുന്നത് പോലെ തോന്നുക, അത് നാട്രം സൾഫാണ്. പിന്നെ അതല്ലാതെ ബെലഡോണ, ചൈന, ചിന്നം സൾഫ്, ഗ്രഫൈറ്റിസ്, ഇതെല്ലാം നല്ലതാണ്. ടുക്രിയം മാറും നല്ലതാണ്. ടുക്രിയത്തിൽ ഒന്നുകൂടെ ഹിസ്സിങ് ആൻഡ് റിംഗിങ് ബെൽ സൗണ്ട്സ് ഉണ്ടാവും എന്ന് പറയാം. പിന്നെ ആന്റീം ക്രൂഡിൽ പറയുമ്പോൾ വിത്ത് മോയിസ്റ്റ് ഇറപ്ഷൻസ് അറൌണ്ട് ദി ഇയർ, ഈ റിംഗിങ് ബെൽ സൗണ്ടും ഉണ്ടാവും, അതിന്റെ കൂടെ തന്നെ ചെവിന്റെ ചുറ്റും മോയിസ്റ്റ് ഇറപ്ഷൻസും ഉണ്ടെങ്കിൽ അത് ആന്റീം ക്രൂഡാണ് അപ്പൊ കൊടുക്കേണ്ടത്. നെക്സ്റ്റ്, സിംഗിങ് ഇൻ ഇയേഴ്സ്, ചെവിയിൽ ആരോ പാട്ട് പാടുന്ന പോലെ തോന്നുക, അതാണ് ചിനിനം സൾഫ് 30, ഡിജിറ്റാലിസ്, ഗ്രഫൈറ്റിസ്, ലാക്കസിസ്, പൾസാറ്റില, ഇതൊക്കെയാണ് മെഡിസിൻ. സിംഗിങ് ഇൻ ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ചിന്നം സൾഫ്, ഡിജിറ്റാലിസ്, ഗ്രഫൈറ്റിസ്, ലാക്കസിസ് ആൻഡ് പൾസാറ്റില. നെക്സ്റ്റ്, സെൻസ് ഓഫ് ഇംബാലൻസ് ഓർ ഡിസ്റ്റർബ്ഡ് സെൻസ് ഓഫ് ഇക്വിലിബ്രിയം, അർജന്റും നൈട്രിക്കത്തിനും ഉണ്ട്. വെർട്ടിഗോ വിത്ത് വാനിഷിംഗ് ഓഫ് വിഷൻ, ഓൺ വോയിസ് സൗണ്ട്സ് അൺനാച്ചുറൽ, ഹമ്മിങ് സൗണ്ട്സ് ഇൻ ഇയേഴ്സ് ആസ് ഇൻ എ സീഷെൽ, talking loudly is painful, otalgia. So logically this remedy must be very good for Meniere's disease. ടെർബിന്തിനെയാണ് മെഡിസിൻ പറയുന്നത്.
അത് മെയിൻലി ഒരു ഇംബാലൻസ് സെൻസേഷൻ ആണ്, അല്ലെങ്കിൽ ഡിസ്റ്റർബ് സെൻസ് ഓഫ് എക്വിലിബ്രിയം. നമ്മൾ നേരത്തെ പറഞ്ഞു വേർട്ടിഗോ അല്ലെങ്കിൽ ചെവിയിൽ ശബ്ദം, അതിന്റെ കൂടെ ഒരു ഇംബാലൻസ് സെൻസേഷനും കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും സിമിലുമായിട്ട് ഒരു അർജന്റം നൈട്രിക്കോ ആണ്. അതേപോലത്തെ ഒരു മെഡിസിൻ ആണ് ടെർബിന്തിരിയും കൂടെ വരുന്നത്. വേർട്ടിഗോ ഉണ്ട്, അതിന്റെ കൂടെ കാഴ്ചയും വാനിഷിംഗ് ഓഫ് വിഷൻ ആണ്. നമ്മളുടെ സൗണ്ടിനെ നമുക്ക് വ്യത്യസ്തമായി തോന്നും. അതേപോലെ നമ്മളൊരു ശംഖ് എടുക്കുമ്പോൾ നമ്മൾ അത് ചെവിയിൽ വെക്കുമ്പോൾ എങ്ങനെയായിരിക്കും, ഒരു സൗണ്ട് കേട്ടുകൊണ്ടേയിരിക്കും. അതേപോലെ നമുക്ക് ചെവിയിൽ നിന്നും സൗണ്ട് കേൾക്കാൻ പറ്റും. ഉറക്കെ സംസാരിക്കുന്നത് പെയിൻഫുൾ ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ലോജിക്കലി ഇതൊക്കെയാണ് ബോറിക്കിലുള്ള പോയിന്റ്സ്. മെനിയസ് ഡിസീസ് അല്ല കൊടുത്തിരിക്കുന്നത്, ഈ പോയിന്റ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ലോജിക്കലി ആലോചിക്കുക, ഓക്കെ അപ്പൊ ഈ റെമഡി മെനിയസ് ഡിസീസിന് ഗുഡ് ആയിരിക്കും പറഞ്ഞിട്ട് നമ്മൾ ആലോചിക്കുക. അപ്പൊ ടെർബിന്തിരിയാണ് മെഡിസിൻ. ഈ ലോജിക്കലി എന്നുള്ള പോയിന്റ് ബോറിക്കലി ഇല്ല, അത് നമ്മൾ ഊഹിച്ചെടുത്തതാണ്. ഈ സിംറ്റംസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് മെനിയസ് ഡിസീസിന് കൊടുക്കാമെന്ന് ടെർബിന്തിനെ. നെക്സ്റ്റ്, ഫീൽസ് ബെറ്റർ ബൈ ബോറിംഗ് ഫിംഗർ ഇൻ ഇയർ. അത് ചെവി വേദന ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചെവിയിൽ നിന്ന് സൗണ്ട് കേൾക്കുക, എന്തും ആയിക്കോട്ടെ, ചെവിയിൽ വിരലിട്ടിട്ട് ഇങ്ങനെ ഒന്നതാക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടുക. ബെറ്റർ ബൈ ബോറിംഗ് ഫിംഗേഴ്സ് ഇൻ ഇയേഴ്സ്, അത് നാട്രം കാർബാണ് മെഡിസിൻ. ഫീൽസ് ബെറ്റർ. നമുക്ക് സമയമായി, 3 മിനിറ്റ് കൂടെ ഉള്ളൂ. ഇനി എത്ര സ്ലൈഡ് ഉണ്ട്? കഴിഞ്ഞു. ഫീൽസ് ബെറ്റർ ബൈ ബോറിംഗ് ഫിംഗേഴ്സ് ഇൻ ഇയർ, അത് നാട്രം കാർബാണ് മെഡിസിൻ. താങ്ക് യു. കറക്റ്റ് 2 മിനിറ്റിന് മുമ്പായിട്ട് തീർന്നു. ഇനി എന്തായാലും നമുക്ക് ഡോക്ടർ ഇത്രയും സ്പീഡിൽ ഓടിച്ചതുകൊണ്ട് ഇവിടെ വരെ എത്തി. പിന്നെ നമുക്ക് ഇത് വീഡിയോ വീണ്ടും കാണാവുന്നതുകൊണ്ട് ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ അന്നേരം ഒന്നും കൂടെ ഒന്ന് കണ്ട് എഴുതിയെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കുറെ കൂടെ നീണ്ടു പോകും ക്ലാസ്. അതുകൊണ്ടായിരിക്കും ഡോക്ടർ ഇത്രയും സ്പീഡിൽ അങ്ങ് പോയത്. ഏതായാലും വളരെ പ്രയോജനമുള്ള ഒരു ക്ലാസ്സും കൂടെയാണ്. പ്രാക്ടീസിൽ സ്ഥിരമായി വരുന്ന കേസുകളാണ് ഇതെല്ലാം. പിന്നെ ഇനി ഇതിൽ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. അധികം സമയമില്ല എങ്കിലും നമ്മളൊരു 5 മിനിറ്റ് എടുക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഡോക്ടറോട് ചോദിക്കണമെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. എന്തെങ്കിലും സംശയമോ കൂടുതൽ ചേർക്കാനോ ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. എബ്രഹാം വൈദ്യൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തോളൂ. എബ്രഹാം വൈദ്യൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തോളൂ. ഡോക്ടറെ, ശ്രീകൃഷ്ണ ഡോക്ടറെ, നല്ല ക്ലാസ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഡോക്ടർ പറയുന്ന പലതും ആധികാരിക തോന്നിക്കുന്നില്ല. അപ്പൊ കാര്യം 30 കൊടുത്തു, 30 അല്ലെങ്കിൽ വണ്ണം ഇഷ്ടമുള്ളത് കൊടുക്കുക എന്ന് പറയുന്നത് ആധികാരികത നഷ്ടപ്പെടുത്തുന്നു. ഡോക്ടർ കൊടുത്ത അനുഭവം എന്തുവാണ് 30 കൊടുത്തപ്പോൾ റിസൾട്ട് കിട്ടിയത്, അത് നിങ്ങൾക്ക് കൊടുക്കാം എന്നുള്ള രീതി പറഞ്ഞാല് കൂടുതൽ ആധികാരികത ഉണ്ടാകും. അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന പലരും പിന്നെ കേൾക്കുമ്പോഴത്തേക്ക് തോന്നും. നമുക്കറിയാം, നമുക്ക് കണ്ടുകൊണ്ടിരുന്നോണ്ട് ഡോക്ടറുടെ പ്രസന്റേഷൻ എന്തുമാത്രം ആധികാരികമാണെന്ന് അറിയാം. പക്ഷെ അല്ലാത്തവർക്ക് സംശയം തോന്നും. അതുകൊണ്ട് ഇത് ഒഴിവാക്കുക. ഡോക്ടർ കൊടുക്കുന്ന എക്സ്പീരിയൻസ് വ്യക്തമായിട്ട് പറയുക. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? സാറ് സാർ അഡ്മിറ്റ് ചെയ്തു സാറേ. ശ്രീലേഖ ദുബായ് വർക്ക് ചെയ്യുന്ന ആളാണോ? അല്ല സാറേ, ഞാൻ പാലക്കാടാണ് സാർ. പാലക്കാടാണ് അല്ലേ? നിങ്ങൾ ക്ലാസ്സില് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അത് കുറച്ചുകൂടി ക്ലാസിക്കായിട്ട് തോന്നണമായിരുന്നു. ജൂനിയേഴ്സിന് ഉപകാരപ്പെടുന്ന രീതിയിൽ സിംറ്റംസ് വേർതിരിച്ച് പറഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. സീനിയേഴ്സിന് ഏറെ മനസ്സിലാവും കുറച്ചൊക്കെ ഒടുക്കം പറഞ്ഞാലേ. ജൂനിയേഴ്സിന് അതിൽ കുറച്ചുകൂടി ക്ലാസിക്കായിട്ട് പറയുകയാണെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഡോക്ടർ രാമകൃഷ്ണൻ സാറിന്റെ അസിസ്റ്റന്റ് ആണ്. രാമകൃഷ്ണൻ സാറിന്റെ നോട്ട്സ് ആണ് ഡോക്ടർ നമുക്ക് പറഞ്ഞു തരുന്നത്. രാമസാറിന്റെ എക്സ്പീരിയൻസ് മുഴുവനും പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ ക്ലാസിക്കൽ ആവണമെന്ന് പറയായിരുന്നു.
നമ്മൾ ക്ലിനിക്കിൽ കൊടുക്കുന്നത് അതേപോലെ പറഞ്ഞതാ സാർ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? സേഠ് സാറിനെ അറിയാലല്ലേ? ഓ അറിയാം. ഉണ്ടോ നമ്മുടെ പ്രസിഡന്റ്? ഇല്ല, ഞാൻ അന്ന് അതെ അതെ വന്നിരുന്നല്ലോ. അന്ന് IFPH ൽ ഞാൻ എറണാകുളത്ത് മീറ്റിങ്ങിനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കണ്ടു. ആ, സാറിനെ കണ്ടതാ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഇല്ല, കൂട്ടിച്ചേർക്കുന്ന വേറെ സംശയം ഉണ്ടോ? വേറെ ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല ഈ ടൈം. ആ, അപ്പം നമുക്ക് ഇനിയിപ്പം 2 മിനിറ്റൂടെ ആയതേ ഉള്ളൂ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണം. ഇല്ലേ നമുക്ക് ഇവിടെ ക്ലാസ് അവസാനിപ്പിക്കും. മെസ്സേജ് ഒന്ന് നോക്കാം. മെസ്സേജിലൊന്നും ഇല്ല സാർ. ഒന്നും വന്നിട്ടില്ല. ആ ആ കാരണം നോട്ട്സും കൂടെ ഉള്ളത് കൊണ്ട് ആ അതെ. എല്ലാവർക്കും കണ്ട് മാക്സിമം എഴുതാൻ പറ്റും. ജയലളിത ഡോക്ടർ സൂപ്പർ എന്ന് എഴുതിയിട്ടുണ്ട്. ആ. അപ്പൊ ജയലളിത ഡോക്ടറെ തന്നെ വിളിക്കാം അഭിപ്രായം പറയാനായിട്ട്. ജയലളിത ഡോക്ടർ ഒരു ഡോക്ടർക്ക് നന്ദി പറയണേ. ജയലളിത ഡോക്ടറെ ഒന്ന് അഡ്മിറ്റ് ചെയ്യണമല്ലോ. ജയലളിത ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യണേ. ജയലളിത ഡോക്ടർ. യെസ്, താങ്ക് യു മറിയാമ്മ ഡോക്ടറെ. ശ്രീലേഖ ഡോക്ടറിന്റെ ക്ലാസ്സുകൾ ഇതിക്ക് മുമ്പുള്ളതും ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല ക്ലാസ്സുകളായിരുന്നു. ഈ സെഷനിൽ ഞാൻ കേട്ടത് ഒരു സ്റ്റാഫിസാഗ്രിയ പറഞ്ഞിരുന്നു. സ്റ്റാഫിസാഗ്രിയ മാൻഡിബുലാർ എനിക്ക് തോന്നുന്നു അവിടെ. സബ്മാക്സിലറി ഗ്ലാൻഡ് സ്വെല്ലിംഗ് ആണ്. അതെ, അപ്പൊ എനിക്ക് റോട്ടൻ അങ്ങനെ ഒരു നെയറിലോട്ട്. ഈ കേസ് പറഞ്ഞ ഇപ്പൊ വന്നിട്ടുണ്ട്. അതെന്ന് വെച്ചാല് പരോട്ടിന്റെ ഗ്ലാൻഡിന്റെ അവിടെയാണ് തോന്നുന്നു എനിക്ക് സ്വെല്ലിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ മംസ് അങ്ങനെ മംസ് കേൾക്കുന്നുണ്ടല്ലോ, അതിന്റെ ഒരു സപ്രഷൻ കൊണ്ട് വന്നതാണോന്നും എനിക്ക് ഡൗട്ട് ഉണ്ട്. ആ പേഷ്യന്റ് 14 വയസ്സുള്ള ബോയാണ്. അത് സെൻസിറ്റീവ്, തൊടാൻ സമ്മതിക്കുന്നില്ല. ഒരു ഹാർഡ് സ്വെല്ലിംഗ് ആണ്. ആ ചെവിയുടെ താഴെ കൃതാവിന്റെ താഴെ കേട്ട് റാ മറിച്ചിട്ട് അല്ലെങ്കിൽ അതുപോലെ ഹാർഡ് സ്വെല്ലിംഗ് ആണ്, പെയിൻഫുൾ ആണ്. ഞാൻ നോക്കിയിരിക്കുന്നു ഏത് മെഡിസിൻ ആണ് കൊടുക്കേണ്ടത്. മെർക്സോള് കൊടുത്തിട്ടൊന്നും അത് ഏറ്റില്ല. പിന്നെ ഞാൻ ആലോചിച്ചു ജബോറിന്റെ പൈലോകാർപ്പിൻ നല്ലതാണ് കൊടുക്കാൻ. ജബോറിന്റെ സെയിം രണ്ടും സെയിം. അതെ അതെ. പിന്നെ പാരോട്ടിഡിനം ഒരു 30 കൂടി കൊടുക്കാന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സ്റ്റാഫിസാഗ്രിയുടെ ഒരു എക്സ്പീരിയൻസ്. ആ പയ്യനാണെങ്കിൽ അവനറിയാതെ തന്നെ അവനൊരു സ്കൂളിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ട് ടീച്ചർ പിണങ്ങി അങ്ങനെ ഒരു മാനസികാവസ്ഥയിലും കൂടി നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ ഇത് കേട്ടപ്പോഴാണ് സ്റ്റാഫി കൊടുക്കാമല്ലോ എന്ന് ഞാൻ ഓർത്തത്. എന്തായാലും താങ്ക് യു ഡോക്ടറെ. എല്ലാം നല്ലൊരു സെഷൻ ആയിരുന്നു. നല്ല എക്സ്പ്ലെയിൻ ചെയ്തു നന്നായിട്ട്. രാം സാറിന്റെ ആ ഒരു ഇതിലും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷെ എന്താന്ന് വെച്ചാല് എഴുതിയെടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പൊ എന്തായാലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോ അത് പതുക്കെ ഇരുന്ന് എഴുതാന്ന് വിചാരിക്കുന്നു. ഒത്തിരി നന്നായിരുന്നു. വീണ്ടും അടുത്ത ഒരു സെഷനായിട്ട് വരുന്നുള്ള പ്രതീക്ഷയോടുകൂടി IFPHന്റെ പേരിലും ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെയും ഹോമിയോപ്പതി സ്നേഹികളുടെയും പേരിൽ ഒത്തിരി ഒത്തിരി നന്ദി. താങ്ക് യു. താങ്ക് യു മാഡം. നന്ദി ജയലളിത ഡോക്ടർ. എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ 2155 പ്രതിദിന സൂം വെബിനാർ ഇത്രയധികം വിജയകരമാക്കിയ ശ്രീലേഖ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. വീണ്ടും അടുത്ത വിഷയവുമായിട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയും കൂടി ചെയ്യുന്നു. അതുപോലെ അഭിപ്രായങ്ങൾ പറഞ്ഞ എബ്രഹാം വൈദ്യൻ ഡോക്ടർക്കും നമ്മുടെ പ്രിയങ്കരനായ ഇസ്മയിൽ സേഠ് സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നമ്മുടെ 2155 പ്രതിദിന സൂം വെബിനാർ ഇവിടെ ഭംഗിയായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.